ഇന്ന് രാത്രി നമ്മൾ ഒരുമിച്ച് സദൃശവാക്യത്തിൽ നിന്നാണ് ചിന്തിക്കുന്നത്. സദൃശവാക്യങ്ങൾ ബുക്ക് ഓഫ് പ്രോബ്സ് ചാപ്റ്റർ 30 വേഴ്സ് 1. യാക്കയുടെ മകനായ ആഗൂരിൻ്റെ വചനങ്ങൾ, ഒരു അരുളപ്പാട്. ആ പുരുഷൻ്റെ വാക്യമാണത്. ദൈവമേ, ഞാൻ അധ്വാനിച്ചു. ദൈവമേ, ഞാൻ അധ്വാനിച്ച് ക്ഷയിച്ചിരിക്കുന്നു. സദൃശവാക്യങ്ങൾ ശലോമോനാൽ രചിക്കപ്പെട്ടതാണ്. എങ്കിലും ശലോമോൻ കൂടാതെ ഒരു 2 പേരും കൂടെ ഈ പ്രോബ്സ് എഴുതിയിട്ടുണ്ട്. എന്നാൽ പലപ്പോഴും നമ്മളത് നമ്മുടെ ശ്രദ്ധയിൽ അങ്ങനെ പെടാറില്ല. 30-ാമത്തെ അധ്യായം എഴുതിയ വ്യക്തിയുടെ പേരാണ് ആഗൂർ. എന്നാൽ ചില ബൈബിളിൻ്റെ ഹെഡിങ്ങിൽ അത് ആശൂർ എന്ന് കാണുന്നുണ്ട്. 31-ാം അധ്യായത്തിലേക്ക് നമ്മൾ കടന്നു വരുമ്പോൾ അവിടെ മറ്റൊരു വ്യക്തിയെ കാണാം, ലെമുവേൽ എന്നും കാണാം. എന്നാൽ മിക്ക ആൾക്കാരും പറയുന്നത് ഈ ലെമുവേലും ശലോമോൻ തന്നെയാണ് എന്ന് ചില ആൾക്കാരും പറയുന്നുണ്ട്. 30-ാം അധ്യായവും 31-ാം അധ്യായത്തിൽ വളരെ സ്പെസിഫിക് ആയിട്ട് പറയുകയാണ്. 30-ാം അധ്യായം എഴുതിയ വ്യക്തിയുടെ പേര് ആഗൂർ. 31-ാം അധ്യായം എഴുതിയ ആരാണ്? ലെമുവേൽ എന്നാണ് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇന്ന് രാത്രി നമ്മൾ ഒരുമിച്ച് ചിന്തിക്കുന്ന ഒരു, ഞാൻ അതിനൊരു ഹെഡിങ് ഇപ്രകാരമാണ് കൊടുത്തിരിക്കുന്നത്: ദ പ്രെയർ ഓഫ് ആഗൂർ. ദ പ്രെയർ ഓഫ് ഈ ആഗൂറിൻ്റെ പ്രാർത്ഥനകൾ. അപ്പം നമുക്കൊന്ന് ചിന്തിക്കാം, ആരാണ് ഈ ആഗൂർ? ശലോമോൻ്റെ കാലത്ത് ജീവിച്ചിരുന്ന ജ്ഞാനിയായ ഒരു മനുഷ്യനായിരുന്നു ഈ ആഗൂർ. ഈ ജ്ഞാനി എന്ന് പറയുമ്പോൾ ഹൈലി എഡ്യൂക്കേറ്റഡ് ആയിട്ടുള്ള ഒരു വ്യക്തിയാണ്. അതുമാത്രമല്ല, ഉയർന്ന വിദ്യാഭ്യാസമുള്ള, നമ്മുടെ ഇന്നത്തെ കാലയളവിൽ നമ്മളത് പറഞ്ഞു കഴിഞ്ഞാൽ ഡബിൾ PhD ഒക്കെയുള്ള, തത്തുല്യമായ യോഗ്യതയൊക്കെയുള്ള ഒരു വ്യക്തി ആയിരുന്നു ഈ ആഗൂർ. അതുമാത്രമല്ല, ഇദ്ദേഹത്തിന് പല കാര്യങ്ങളിൽ ചരിത്രകാരന്മാർ പറയുന്നത് വ്യത്യസ്തമായ തലങ്ങളിൽ ഇദ്ദേഹത്തിന് നല്ല അറിവുള്ള വ്യക്തിയായിരുന്നു. സയൻസിനെ കുറിച്ചും എക്കണോമിക്സിനെ കുറിച്ചും അസ്ട്രോളജിയെക്കുറിച്ചും എന്നു വേണ്ട എല്ലാ കാര്യങ്ങളിലും നല്ല ജ്ഞാനമുള്ള വ്യക്തിയായിരുന്നു ഈ ആഗൂർ. അതുമാത്രമല്ല, ഗവൺമെൻറ്റിൻ്റെ, പ്രത്യേകിച്ച് ശലോമോൻ രാജാവിൻ്റെ തൻ്റെ രാജ്യത്വം നടക്കുമ്പോൾ ശലോമോൻ രാജാവിൻ്റെ ഒരു ക്യാബിനറ്റ് പദവിയിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ രാജ്യത്തിൽ രാജാവിനോട് ചേർന്ന് നിന്ന് ആ രാജ്യത്തെ എങ്ങനെ നയിക്കണം, ഇന്ന കാര്യങ്ങൾ ശ്രദ്ധിച്ചാൽ നല്ലതാണ് എന്ന് പറഞ്ഞ് എല്ലാ രീതിയിലും നല്ല ആലോചന ശലോമോൻ രാജാവിന് കൊടുക്കുന്ന ഒരു വ്യക്തിയും കൂടാണ് ആര്? ഈ ആഗൂർ. അതുമാത്രമല്ല, നമ്മളൊന്ന് ശ്രദ്ധിക്കണം, ശലോമോൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജ്ഞാനത്തിൻ്റെ സമ്പൂർണതയിൽ നിൽക്കുന്ന ഒരു വ്യക്തിക്ക് ജ്ഞാനം കൂടെ പറഞ്ഞു കൊടുക്കണമെങ്കിൽ അദ്ദേഹത്തിൻ്റെ പൊസിഷൻ ചെറുതല്ല. അതുകൊണ്ടാണ് ഈ 30-ാം അധ്യായം മുഴുവൻ ഈ വ്യക്തിയുടെ ഒരു പ്രാർത്ഥന പോലെ നാം അത് കാണുന്നത്. പറ്റുമെന്നുണ്ടെങ്കിൽ ഇന്ന് രാത്രിയിൽ എല്ലാവരും നമ്മുടെ മീറ്റിംഗ് കഴിഞ്ഞ് നിങ്ങൾക്ക് സമയം ലഭിക്കുകയാണെങ്കിൽ ഈ 30-ാമത്തെ അധ്യായം മുഴുവൻ ഒന്ന് വായിക്കണം. ഒത്തിരി കാര്യങ്ങൾ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമ്മുടെ ഹൃദയത്തോട് വ്യക്തമായി സംസാരിക്കുവാനായിട്ട് ഇടയായിത്തീരും. അപ്പോൾ ഞാൻ ഒരു കാര്യം കൂടെ പറഞ്ഞു, ഇദ്ദേഹം ഒരു ജ്ഞാനിയാണ്, ഒരു ക്യാബിനറ്റ് പദവിയിലുള്ള ഒരു വ്യക്തിയാണ്, എല്ലാ കാര്യത്തെക്കുറിച്ചും നല്ല അറിവുള്ള അനുഗ്രഹീതനായ ഒരു വ്യക്തിയാണ് ഈ ആഗൂർ. ഒറ്റ വാക്കിൽ ഇങ്ങനെ പറയാം, ഹി ഈസ് നോട്ട് ആൻ ഓർഡിനറി പേഴ്സൺ, ഹി ഈസ് ആൻ എക്സ്ട്രാ ഓർഡിനറി പേഴ്സൺ. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇദ്ദേഹത്തിന് ശലോമോനോട് ചേർത്ത് വെക്കാവുന്ന രീതിയിൽ എല്ലാ കാര്യത്തിലും നല്ല അറിവുള്ള ഈ ആഗൂറാണ്. അതിൻ്റെ 1-ാം വാക്യത്തിൽ കാണുന്നു, യാക്കയുടെ മകനായ ആഗൂറിൻ്റെ വചനങ്ങൾ. ഞാൻ ഇവിടെ ഈ ഇംഗ്ലീഷ് ബൈബിളിലുള്ളവർ നിങ്ങളത് വായിച്ചു കഴിഞ്ഞാൽ, ഞാൻ ഏകദേശം ഒരു 1, 2, 3, 4 ട്രാൻസ്ലേഷൻ അവിടെ കൊടുത്തിട്ടുള്ളൂ. 1-ാമത്തെ ന്യൂ ഇൻ്റർനാഷണൽ വേർഷനിൽ കൊടുത്തിരിക്കുന്നത് ദ സെയിങ് ഓഫ് ആഗൂർ ദ സൺ ഓഫ് ജാക്കെ are inspired utterance, the man's utterance to Ethel എന്ന് കാണാം. Ethel, I am very God but I can prevail. ഇതെല്ലാം വരുമ്പോൾ, പക്ഷെ നമ്മുടെ മലയാളത്തിൽ അവർ ഒറ്റ വാക്കുകൊണ്ട് അങ്ങ് നിർത്തിയിരിക്കുകയാണ്. എന്താ? യാക്കയുടെ മകനായ ആഗൂറിൻ്റെ വചനങ്ങൾ എന്ന് പറഞ്ഞ് നിൽക്കുമ്പോൾ ഇത് കൂടാതെ ഒരു 2-3 പേരുടെ വ്യക്തികളുടെ പേരും കൂടെ നിങ്ങളൊന്ന് കാണാം. ഏറ്റവും അവസാനത്തെ ന്യൂ കിങ് ജെയിംസ് വേർഷൻ വായിക്കുമ്പോൾ NKJV ബൈബിൾ ഉള്ളവരുടെ അതിനകത്ത് ഇങ്ങനെ കൂടെ ഒരു കാണാം, ദിസ് മാൻ ഡിക്ലെയർഡ് ടു ഇത്തേൽ ആൻഡ് യുക്കാൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ആഗൂര് പ്രധാനമായിട്ടും 2 വ്യക്തികളോടുകൂടിയാണ് ഈ വാക്ക് അറിയിക്കുന്നത് എന്നാണ് ന്യൂ കിങ് ജെയിംസ് വേർഷനിൽ പറയുന്നത്. ആഗൂര് 2 പേരോടുകൂടി പറയുന്നു എന്ന് നമുക്ക് ഇന്ന് അങ്ങ് മനസ്സിലാക്കാം, ഇഥേലിനോടും
യൂഖാനോട് പറയുന്നതായിട്ടുള്ള വാക്കുകൾ. പക്ഷെ മലയാളം ബൈബിളിൽ നമ്മളത് കാണുന്നില്ല. ഇത്രയും അറിവുള്ള ഈ മനുഷ്യൻ, അദ്ദേഹത്തിൻ്റെ വാക്കുകൾ ഓരോന്നോരോന്ന് വായിക്കുമ്പോൾ നമുക്കൊരു കാര്യം കൂടെ മനസ്സിലാകും. ഇദ്ദേഹം ഒരു ജ്ഞാനി മാത്രമല്ല, ഇദ്ദേഹം ഒരു പ്രവാചകനും കൂടിയാണ്. അതുകൊണ്ടാണ് ഇദ്ദേഹം പറയുന്നത് യാക്കയുടെ മകനായ ആഗൂരിൻ്റെ വചനങ്ങൾ എന്ന് പറഞ്ഞിട്ട് ഇംഗ്ലീഷ് ബൈബിളിൽ കാണുന്നത് അദ്ദേഹം ദൈവത്തിൽ നിന്ന് പ്രാപിച്ച വചനങ്ങൾ എന്നാണ് കാണുന്നത്. സ്വന്തമായിട്ടല്ല ഇത് പറയുന്നത്. ജ്ഞാനിയാണ്, നല്ല അറിവുണ്ട്, കുറേ കാര്യങ്ങൾ നല്ല PhD ഉണ്ട്. എന്നാൽ സ്വന്തം അറിവിൽ നിന്നല്ല ഈ താഴോട്ടുള്ള ഓരോ കാര്യങ്ങളും പറയുന്നത്. എവിടുന്നാ പ്രാപിച്ചത്? ദൈവത്തിൽ നിന്ന് പ്രാപിച്ച് ഇന്ന് നമുക്ക് ആ ആലോചനകൾ അദ്ദേഹം കൈമാറുകയാണ്. എന്തുകൊണ്ടാണ് ഇദ്ദേഹം പറയുന്നത് ഞാൻ വല്ലാതെ മടുത്തിരിക്കുന്നു? അതാ ഒന്നാമത് കാണുന്നത്. ദൈവമേ ഞാൻ അധ്വാനിച്ചു, ദൈവമേ ഞാൻ അധ്വാനിച്ച് ക്ഷയിച്ചിരിക്കുന്നു. അതിൻ്റെ 11 തൊട്ട് 14 വരെയുള്ള വാക്യങ്ങൾ വായിക്കുമ്പോൾ നമുക്കിത് കാണാൻ കഴിയും. അപ്പനെ ശപിക്കുകയും അമ്മയും അനുഗ്രഹിക്കാതിരിക്കുകയും ചെയ്യുന്ന ഒരു തലമുറകളുടെയൊക്കെ പോക്ക് കണ്ടുകൊണ്ട് ഈ മനുഷ്യൻ പറയുകയാണ്, എൻ്റെ സ്വന്തം ജ്ഞാനം കൊണ്ടോ എൻ്റെ സ്വന്തം അറിവ് കൊണ്ടോ ഞാൻ കുറേ കാര്യങ്ങൾ പറയുന്നതിനേക്കാളും ഉപരിയായിട്ടുള്ള കാര്യങ്ങളാണ് ഇപ്പോൾ സംഭവിച്ചു കൊണ്ടിരിക്കുന്നത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അപ്പനെ ശപിക്കുകയും അമ്മയെ അനുഗ്രഹിക്കാതിരിക്കുകയും ചെയ്യുന്ന ഈ തലമുറകളുടെ നടുവിൽ ഞാൻ വസിക്കുകയാണല്ലോ ദൈവമെന്നോർത്ത് ഇദ്ദേഹം തൻ്റെ കണ്ണുകളെ ദൈവത്തിൻ്റെ സന്നിധിയിലേക്ക് ഉയർത്തിക്കഴിഞ്ഞപ്പോൾ സർവശക്തനായ ദൈവം ആഗൂരിനോട് സ്പെസിഫിക്കായിട്ട് ചില കാര്യങ്ങൾ സംസാരിക്കുന്ന ഭാഗമാണ് താഴോട്ട് നാം വായിക്കുന്നത്. നോക്കി, ഒരു പ്രവാചകനായിരുന്നിട്ടും ഇദ്ദേഹം പറയാണ്, ഞാനിപ്പോൾ തളർന്നിരിക്കുന്നു, ഞാൻ വല്ലാതെ വിഷമിച്ചിരിക്കുന്നു. അനുസരണം കെട്ട ഒരു തലമുറകളുടെ നടുവിൽ ഞാനിപ്പോൾ വസിക്കുമ്പോൾ ഞാൻ ഇതുപോലെ തളർന്നിരിക്കുന്നു. പക്ഷേ ഈ തളർന്നിരിക്കുന്ന വേളയിലും ആഗൂർ പറയുന്ന ഒരു കാര്യമുണ്ട്. ഐ റിസീവ്ഡ് എ പ്രോഫറ്റിക്കൽ റെവലേഷൻ ഫ്രം മൈ ഗോഡ്. ഞാൻ തളർന്നിരിക്കുകയാണ്, ഞാൻ ക്ഷീണിച്ചിരിക്കുകയാണ്, വാസ്തവം തന്നെ. പക്ഷെ അതിൻ്റെ നടുവിലും ഞാൻ എൻ്റെ കണ്ണ് ദൈവത്തിൻ്റെ സന്നിധിയിലേക്ക് ഉയർത്തുമ്പോൾ ദൈവം എന്നോട് സംസാരിക്കാൻ തുടങ്ങി. അങ്ങനെയെങ്കിൽ ഇന്ന് രാത്രി പറയട്ടെ, ഭാരപ്പെട്ടിരിക്കുന്ന വിഷയങ്ങളുടെ നടുവിൽ ഒരു പരിഹാരവും ഇതിൻ്റെ നടുവില്ല എന്ന് നാം ചിന്തിക്കുന്ന വിഷയങ്ങളുടെ നടുവിൽ ആഗൂറിനെ പോലെ നമുക്കൊന്ന് ചിന്തിക്കാം. വഷളം കെട്ട ഒരു തലമുറ, അപ്പനെ ബഹുമാനിക്കാത്ത, അമ്മയെ ബഹുമാനിക്കാത്ത ഒരു തലമുറ. എങ്ങോട്ടാണ് ഈ തലമുറകളുടെ പോക്കെന്ന് ഇന്നത്തെ കാലയളവിൽ നമ്മുടെ ഉള്ളിലും വല്ലാതെ ചഞ്ചലിച്ചു കൊണ്ടിരിക്കുക. നാം പോലും അറിയാതെ നമ്മുടെ തലമുറകൾ പലതിലേക്കും വ്യതിചലിക്കുമ്പോൾ ഇന്ന് രാത്രിയിൽ ദൈവത്തെ ആരാധിക്കുന്ന, ദൈവത്തെ വിശ്വസിക്കുന്ന ഒരു ദൈവപൈതൻ ഉറപ്പോടെ ധൈര്യത്തോടെ പറയാൻ പറ്റും, ഞാൻ ദൈവത്തിൽ നിന്ന് ചില അരുളപ്പാടുകൾ പ്രാപിക്കും, ദൈവത്തിൽ നിന്നും ചില അരുളപ്പാടുകൾ പ്രാപിക്കും. ആ അരുളപ്പാട് എൻ്റെ തലമുറയിലേക്ക് ഞാൻ പകർന്നു കഴിയുമ്പോൾ ഞാൻ ചിന്തിക്കുന്നതിലും അപ്പുറമായി ദൈവം അവരെ വഴി നടത്തും. ആഗൂർ മനസ്സിലാക്കി. ഒന്നാമത്തെ കാര്യം, അവനവന്റെ അപര്യാപ്തത മനസ്സിലാക്കി. ഇത്രയും ഹൈ ക്വാളിഫിക്കേഷൻ ഉള്ള ഈ മനുഷ്യൻ പറയാണ്, എനിക്കൊന്നും അറിയത്തില്ല. നമ്മളാണ് ആ സ്ഥാനത്തെങ്കിൽ നമ്മളെന്ന് പറഞ്ഞാൽ എനിക്കെല്ലാം അറിയാമെന്ന് നമ്മൾ പറയും, പക്ഷെ നമുക്കൊന്നും അറിയത്തുമില്ല. എപ്പോഴാണ് ഇത് അറിഞ്ഞെന്നറിയാമോ? പരിശുദ്ധനായവൻ്റെ സന്നിധിയിലേക്ക് വന്നു കഴിഞ്ഞ് ചില വിഷയവുമായിട്ട് ആ ദൈവത്തിൻ്റെ സന്നിധിയിലേക്ക് വന്നു കഴിഞ്ഞപ്പോഴേക്കും ദൈവം ചില കാര്യങ്ങൾ ഈ മനുഷ്യന് വെളിപ്പെടുത്തി കൊടുത്തു കഴിഞ്ഞപ്പോൾ ഈ മനുഷ്യൻ പറഞ്ഞൊരു കാര്യമുണ്ട്, എനിക്കൊന്നും അറിയത്തില്ല. നോക്കി, ആഗൂർ ദൈവത്തിൻ്റെ പക്കൽ നിന്ന് ആ മെസ്സേജ് സ്വീകരിച്ചിട്ട് അവൻ പറയാണ്, ഐ ഡോണ്ട് നോ എനിത്തിങ്. ഹല്ലേലൂയ. ഞാൻ കൂടുതൽ സംസാരിക്കുമ്പോൾ, ഞാൻ കൂടുതൽ പഠിക്കുമ്പോൾ എൻ്റെ മാനുഷിക ബുദ്ധിയിൽ ഒത്തിരി കാര്യങ്ങൾ നിറയുക. പക്ഷെ ദൈവത്തിൻ്റെ സന്നിധിയിലേക്ക് വന്നു കഴിഞ്ഞപ്പോൾ ഞാനൊരു കാര്യം മനസ്സിലാക്കി, എനിക്ക് ഒന്നും അറിയത്തില്ല. ഇന്ന് രാത്രിയിലും ദൈവം നമ്മളിൽ നിന്ന് ആഗ്രഹിക്കുന്നത് അങ്ങനെ ഒരു ഹൃദയമാണ്. എല്ലാം അറിയാമെന്ന് പറഞ്ഞ് നാം ഇരുന്ന് കഴിഞ്ഞാൽ ദൈവത്തിനൊന്നും പ്രവർത്തിക്കാനായിട്ട് കഴിയത്തില്ല. പക്ഷേ അപ്പാ എനിക്കൊന്നും അറിയത്തില്ലപ്പാ, ഞാൻ അങ്ങയുടെ സന്നിധിയിലേക്ക് കടന്നു വരുന്നു, അങ്ങ് എന്നെ ഒന്ന് ആത്മാവിനാൽ അങ്ങയുടെ ജ്ഞാനത്താൽ എന്നെ ഒന്ന് നിറയ്ക്കണമെന്ന് പറയുന്നവന്മേലാണ് ദൈവത്തിൻ്റെ കൃപകൾ ചലിക്കുന്നത്. ഇന്ന് രാത്രി അതൊന്ന് പറയാൻ കഴിയുമോ? ഹല്ലേലൂയ. കർത്താവേ, അങ്ങയുടെ സന്നിധിയിലേക്ക് ഞാനൊരു പൂർണ്ണ സറണ്ടറോട് കൂടി, ഒരു പൂർണ്ണ സമർപ്പണത്തോടെ ഞാൻ വരുന്നു. എന്നെ അങ്ങയുടെ ജ്ഞാനത്താൽ എന്നെ ഒന്ന് നിറയ്ക്കണമെന്ന് ആര് പ്രാർത്ഥിക്കുന്നോ അവിടെ ദൈവത്തിൻ്റെ
ജ്ഞാനം ഇറങ്ങും. ഇന്ന് രാത്രിയിൽ അതൊന്ന് പറയാൻ കഴിയുമോ? നമ്മുടെ കുഞ്ഞുങ്ങളിന്മേൽ അവർ ഈ ലോകത്തിന്റെ ജ്ഞാനം അവർക്ക് ഏറ്റവും അത്യാവശ്യമാണ്. എങ്ങനെയെങ്കിലും മാത്രമേ നിലനിൽക്കാൻ കഴിയൂ. പക്ഷെ അതോടൊപ്പം തന്നെ നമുക്ക് പ്രാർത്ഥിക്കാം, ഉയരത്തിലെ അപ്പന്റെ ജ്ഞാനം കൂടെ നമ്മുടെ തലമുറകളിൽ മേലൊന്ന് നിറയ്ക്കണമേ. തലമുറകളിൽ മാത്രമല്ല, നമ്മുടെ ഉള്ളിൽ കൂടി ആ ഒരു ജ്ഞാനം ഒന്ന് കടന്നു വന്നാലുണ്ടല്ലോ, ഈ ലോകത്തിലെ പാപങ്ങൾ നമ്മുടെ ഉള്ളിൽ മേൽ കടന്നു വരത്തില്ല. പലപ്പോഴും പാപം എന്താ നമ്മുടെ ഉള്ളിൽ മേൽ കടന്നു വരുന്നതെന്ന് അറിയാമോ? ദൈവത്തിൽ നിന്ന് നാം ഒന്നും പ്രാപിച്ചിട്ടില്ല. ദൈവത്തിൽ നിന്ന് പ്രാപിച്ചത് നമ്മുടെ ഹൃദയത്തിന്മേൽ കടന്നു വന്നാലുണ്ടല്ലോ, ഈ ലോകത്തിന്റെ യാതൊരു മാലിന്യങ്ങളും നമ്മുടെ ഉള്ളിൽ ഒരു തരി പോലും ഏശുകയില്ല. അങ്ങനെയെങ്കിൽ ഇന്ന് രാത്രിയിൽ ആഗോറിനോട് ചേർന്ന് പറയാം, അപ്പ എന്റെ അപര്യാപ്തത ഞാൻ മനസ്സിലാക്കുന്നു. അങ്ങയുടെ പക്കൽ ധനവും മാനവും ഹാലിലെ പുരാതന സമ്പത്തും നീതി ജ്ഞാനവും എല്ലാം അങ്ങയുടെ സന്നിധിയിലുണ്ട്. ആ ജ്ഞാനത്താൽ എന്നെ ഒന്ന് നിറയ്ക്കണമേ. ശമൂവേൽ പ്രവാചകനോട് ചോദിച്ച ശമൂവേൽ പ്രവാചകൻ ഇങ്ങനെ പറയും, എൻ്റെ അമ്മയുടെ കരച്ചിലിന്റെ ഫലമായിട്ട് എന്നെ എലി പ്രവാചകന്റെ വീട്ടിൽ മേൽ കൊണ്ടാക്കി. പക്ഷെ അവിടെ എലി പ്രവാചകന് 2 പുത്രന്മാരുണ്ടായിരുന്നത്, ഒഫ്നിയും ഫിനെഹാസും. അവർ ഈ ലോകത്തിന്റെ മോഹങ്ങൾക്കനുസരിച്ച് ജീവിക്കുന്ന വ്യക്തിയാണെന്ന് ഞാൻ അവിടെ ചെന്നപ്പോഴാണ് എനിക്ക് മനസ്സിലായത്. എൻ്റെ ചിന്തകൾ മാറി മറിഞ്ഞു, എൻ്റെ വിചാരങ്ങൾ മാറി മറിഞ്ഞു. ഞാനൊരു പുരോഹിതന്റെ വീട്ടിലേക്കാണല്ലോ എത്തുന്നത്. അവിടെ ചെന്ന് കഴിയുമ്പോൾ എൻ്റെ ആത്മീക ജീവിതം നന്നായി മെച്ചപ്പെടുമെന്ന് ചിന്തിച്ച സ്ഥാനത്ത് യാഗം നടക്കുമ്പോൾ പുരോഹിതന്മാര് ആ യാഗത്തിനു വേണ്ടി ആ ഇറച്ചിയെല്ലാം അത് വേകുന്നതിന് മുമ്പായിട്ട് ഇവര് മുപ്പല്ലിയുമായിട്ട് ഫോർക്കുമായിട്ട് പോകുക, എന്നിട്ട് അതെല്ലാം കുത്തിയെടുത്ത് തിന്നുക. ദൈവത്തിന്റെ സന്നിധിയിൽ അതെല്ലാം പാപമാണ്. പക്ഷെ ഇതെല്ലാം കണ്ടു വളരുന്ന ഈ ശമൂവേൽ അവന്റെ ഉള്ളത്തിൽ പറയുന്ന ഒരു കാര്യമുണ്ട്, ഇല്ല ഇല്ല, പാപത്തിനോട് ഞാൻ അടുത്തു പോകില്ല, ആ പാപത്തിലേക്ക് ഞാൻ വഴുതി വീഴുകയില്ല. അങ്ങനെയുള്ളവനോടാണ് ദൈവം സംസാരിക്കുന്നത്, ശമൂവേലേ ശമൂവേലേ ശമൂവേലേ. അങ്ങനെയെങ്കിൽ ഇന്ന് രാത്രി നമുക്കൊന്ന് പറയാൻ കഴിയുമോ, ആ ശമൂവേൽ പറഞ്ഞ പോലെ, ഹല്ലേലൂയ, എനിക്കൊന്നും വേണ്ട, എനിക്ക് എൻ്റെ അപ്പന്റെ സാന്നിധ്യം മാത്രം മതി. അങ്ങനെയുള്ളിടത്താണ് ദൈവത്തിന്റെ കൃപകൾ ചലിക്കുന്നത്. ഇന്ന് രാത്രി നമുക്ക് ധൈര്യത്തോടെ ഹല്ലേലൂയ ആ അപ്പന്റെ സന്നിധിയിലേക്ക് ഒന്ന് വന്നിട്ട് പറയാം, അപ്പ എൻ്റെ അപര്യാപ്തത, ഞാൻ ഒന്നുമില്ല കർത്താവേ, ഏതുമില്ല, സകലതും ദൈവത്തിന്റെ കൃപയെന്ന് പറയുന്നിടത്താണ് ദൈവത്തിന്റെ പരിജ്ഞാനം ചലിക്കുന്നത്. എത്ര പേർക്ക് ഇന്ന് രാത്രി മനസ്സിലാകുന്നുണ്ട്? ജ്ഞാനികളിൽ ജ്ഞാനിയായ ശലോമോനോട് ചേർന്ന് നിൽക്കുന്ന യാഗൂര് പറയുന്ന ഒരു കാര്യമുണ്ട്, എൻ്റെ ചിന്തകൾക്കപ്പുറമായി, എൻ്റെ വിചാരങ്ങൾക്ക് അപ്പുറമായി ഞാൻ എൻ്റെ അപര്യാപ്തത മനസ്സിലാക്കിയപ്പോൾ ദൈവം ഓരോന്നോരോന്നായിട്ട് സംസാരിക്കാൻ തുടങ്ങിയെങ്കിൽ ഇന്ന് രാത്രി നമ്മുടെ ഒന്നാമത്തെ ആഗ്രഹം ദൈവിക ജ്ഞാനത്താൽ എന്നെ നിറയ്ക്കണം. എത്ര പേരതൊന്ന് ആഗ്രഹിക്കുന്നുണ്ട് ദൈവമക്കളെ? സ്വർഗത്തിലെ അപ്പൻ്റെ ജ്ഞാനത്താൽ, സ്വർഗത്തിലെ അപ്പൻ്റെ ജ്ഞാനത്താൽ. ഈ ലോകത്തിലെ ജ്ഞാനങ്ങളൊക്കെ ഇവിടം കൊണ്ട് തീർന്നു പോകും. പക്ഷേ നമ്മളെ നിത്യതയോളം നിലനിർത്തുന്നത് എൻ്റെ സ്വർഗത്തിലെ ദൈവത്തിൻ്റെ ജ്ഞാനമാണ്. ഹല്ലേലൂയ. രണ്ടാമതായിട്ട് ഈ വ്യക്തി മനസ്സിലാക്കിയ ഒരു കാര്യം, ഹി റിയലൈസസ് ഗോഡ്സ് സുപ്രീമസി. ദൈവത്തിൻ്റെ പരമാധികാരത്തെ ഇദ്ദേഹം മനസ്സിലാക്കി. ആര് മനസ്സിലാക്കി? ആ ഗുരു മനസ്സിലാക്കി. ഒന്നാമത്തെ എന്താണ് പറഞ്ഞത്? എല്ലാവരും ഒന്ന് ഓർക്കുന്നുണ്ടോ? ഒന്നാമത് പറഞ്ഞത് അവനവൻ്റെ അപര്യാപ്തത മനസ്സിലാക്കി. 2, ദൈവത്തിൻ്റെ പരമാധികാരത്തെ ആര് മനസ്സിലാക്കി? ഈ ആ ഗുരു മനസ്സിലാക്കി. വായിക്കാം 30-ന്റെ 4ാമത്തെ വാക്യം. സ്വർഗത്തിൽ കയറുകയും ഇറങ്ങി വരികയും ചെയ്തവൻ ആർ? കാറ്റിനെ തന്റെ മുഷ്ടിയിൽ പിടിച്ചടക്കിയവൻ ആർ? വെള്ളങ്ങളെ വസ്ത്രത്തിൽ കെട്ടിയവൻ ആർ? ഭൂമിയുടെ അറുതികളെയൊക്കെയും നിയമിച്ചവൻ ആർ? അവന്റെ പേരെന്ത്? അവന്റെ മകന്റെ പേരെന്ത്? നിനക്കറിയാമോ? രണ്ടാമത്തെ കാര്യം പറയാണ്, ദൈവത്തിന്റെ പരമാധികാരത്തെ ഈ മനുഷ്യൻ മനസ്സിലാക്കി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അന്ന് വരെ തൻ്റെ സ്വന്തം ജ്ഞാനത്തിലും വിവേകത്തിലും ഒക്കെ ഈ ഊന്നിയ മനുഷ്യൻ രണ്ടാമത് ദൈവത്തിൻ്റെ മുഖത്തേക്ക് നോക്കിയപ്പോൾ ദൈവം അവനോട് ദൈവത്തിൻ്റെ പരമാധികാരത്തെക്കുറിച്ച്, ഗോഡ് സുപ്രീമസിയെക്കുറിച്ച് വളരെ വ്യക്തമായി സംസാരിക്കുകയാണ്. അന്നേരം ഈ ആഗൂനൊരു മനസ്സിലായി, എൻ്റെ ചിന്തയേക്കാൾ, എൻ്റെ ജ്ഞാനത്തെക്കാൾ ഉയർന്ന ജ്ഞാനമാണ് ആരുടെ? ദൈവത്തിൻ്റെ ജ്ഞാനമെന്ന് മനസ്സിലാക്കി. നോക്കി, ആദ്യത്തെ ഭാഗം കാണും, തൻ്റെ ഉള്ളം കയ്യിൽ കാറ്റിനെ പിടിച്ചവൻ. നോക്കി, ആഗൂരിന് മനസ്സിലായി, അന്നത്തെ കാലയളവിൽ അനേക വിഗ്രഹങ്ങളെല്ലാം ആ ദേശത്തുണ്ട്, അനേക വിഗ്രഹങ്ങളെ ആരാധിക്കുന്നവരുണ്ട്. പക്ഷേ അവരുടെ വിഗ്രഹങ്ങളെല്ലാം ഒരു കാറ്റ് വരുമ്പോൾ പറന്നു പോകുന്ന വിഗ്രഹങ്ങളും ദൈവങ്ങളെയൊക്കെയാണ് ആര് കണ്ടിട്ടുള്ളത്? ഈ ആഗൂര് കണ്ടിട്ടുള്ളത്. പക്ഷെ ആ സമയത്ത് ദൈവം ഒരു റെവലേഷൻ കൊടുക്കുകയാണ്, കാറ്റിനെ എൻ്റെ ഉള്ളം കൈകൊണ്ട് മുഷ്ടി കൊണ്ട് പിടിച്ച് അടക്കിയവൻ. ഹല്ലേലൂയ. പിന്നെ രണ്ടാമത് പറയാണ്, അതുമാത്രമല്ല, ഈ വെള്ളത്തിന് അതിരിട്ടവൻ. അതാണ് ഈ താഴോട്ടുള്ള വാക്യം, വെള്ളങ്ങളെ വസ്ത്രത്തിൽ
കെട്ടിയവൻ ആർ, ഭൂമിയുടെ അറുതികളൊക്കെയും നിയമിച്ച. അപ്പം ഈ ആഗൂറിനൊരു കാര്യം മനസ്സിലായി, ഞാൻ ചിന്തിച്ചതുപോലെയല്ല കാര്യങ്ങൾ സംഭവിക്കുന്നത്. ദൈവമാണ് ഇതിനെല്ലാം നിയന്ത്രിക്കുന്നത്. കാറ്റിനെ തൻ്റെ മുഷ്ടിയിൽ, നമ്മളിത് വായിച്ചു വിടുമ്പോൾ ഇതൊക്കെ സംഭവിക്കുമോ? ഈ ലോകത്തിൽ മുഴുവൻ കാറ്റും തൻ്റെ ഒരൊറ്റ മുഷ്ടിയിൽ ഒതുക്കുവാൻ കഴിവുള്ള ഒരു ദൈവം. അതുമാത്രമല്ല, അവിടെ വായിക്കുന്നു വെള്ളങ്ങളെ വസ്ത്രത്തിൽ. ഇതൊന്നും നമ്മുടെ യുക്തിക്കൊന്നും ഇതൊന്നും നിരക്കാത്ത കാര്യമാണ്. ഈ ദൈവം സാധാരണ ദൈവമല്ലെന്ന് ആഗൂറിന് മനസ്സിലായി. നമ്മൾ ഇന്നത്തെ കാലയളവ് പഠിച്ചു കഴിഞ്ഞാൽ 72% ഈ ഭൂമിയിൽ വെള്ളമാണെന്നാണ് പറഞ്ഞത്. 72%, 72% വെള്ളമാണ്. എന്നാൽ ഈ വെള്ളത്തിന് അറുതിയെല്ലാം നിയന്ത്രിച്ച് ഒരു വെള്ളത്തിൻ്റെ ഒരംശം പോലും അങ്ങോട്ടോ ഇങ്ങോട്ടോ മാറാതെ ഇതുവരെ സൂക്ഷിച്ച ദൈവത്തിൻ്റെ വലിപ്പം നാം ചിന്തിച്ചാലും ഒന്നും മനസ്സിലാവത്തില്ല ദൈവമക്കളെ. നിങ്ങൾക്കൊരു വാക്യം കൂടെ വായിക്കാമോ? ജോബ് ചാപ്റ്റർ 12 വേഴ്സ് 15. ഇയ്യോബിന്റെ പുസ്തകം 12-ാം അധ്യായം അതിന്റെ 15-ാമത്തെ വാക്യം. അവൻ വെള്ളം തടുത്തു കളഞ്ഞാൽ അത് വറ്റിപ്പോകുന്നു. അവൻ വിട്ടയച്ചാൽ അത് ഭൂമിയെ മറിച്ചു കളയും. നോക്കിയ, ദൈവം വെള്ളം തടുത്താൽ അതെന്ത് ചെയ്യും? അത് വറ്റിപ്പോകും. ആ വെള്ളത്തെ ഒന്ന് വിട്ടയച്ചാൽ അത് ഭൂമിയെ മുഴുവൻ എന്ത് ചെയ്യുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഭൂമിക്ക് അതിരിട്ടവൻ, വെള്ളത്തിന് അതിരിട്ടവൻ, കാറ്റിനെ തൻ്റെ മുഷ്ടിയിൽ ഒതുക്കിയ ഈ ദൈവത്തിൻ്റെ പരമാധികാരം കണ്ടു കഴിഞ്ഞപ്പോൾ ആഗൂറിനൊരു കാര്യം മനസ്സിലായി. ഞാനൊരു നിസ്സാരനാണ്, പക്ഷെ എന്നോട് കൂടെയുള്ളവന്റെ ശക്തി മനസ്സിലാക്കി കഴിഞ്ഞപ്പോൾ അവൻ പറയുന്നൊരു കാര്യമുണ്ട്. ഈ ദൈവം ഞാനൊന്ന് കരഞ്ഞാൽ കേൾക്കാതിരിക്കുമോ? ഞാനൊന്ന് നിലവിളിച്ചു കഴിഞ്ഞാൽ, ഞാനൊന്ന് ഉറക്ക പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ എൻ്റെ അപ്പൻ കേൾക്കാതിരിക്കുമോ? അതുമാത്രമല്ല, ഈ സർവചരാചരത്തെ മുഴുവൻ നിയന്ത്രിക്കുന്ന ആ നാമത്തിനകത്ത് സൗഖ്യമുണ്ട്, ആ നാമത്തിനകത്ത് വിടുതലുണ്ട്, ആ നാമത്തിന്റെ അകത്ത് രക്ഷയുണ്ട്, ആ നാമത്തിന്റെ അകത്ത് വലിയൊരു ബ്രേക്ക് ത്രൂ ഉണ്ടെന്ന് ഈ മനുഷ്യൻ മനസ്സിലാക്കി. ഇന്ന് രാത്രിയിൽ എത്ര പേര് വിശ്വസിക്കുന്നുണ്ട്? നാം ഒരു സാധാരണ ദൈവത്തെ അല്ലല്ലോ നാം ആരാധിക്കുന്നത്. ഒരൊറ്റ വാക്കുകൊണ്ട്, ലെറ്റ് ദെയർ ബി എന്നൊരൊറ്റ വാക്കുകൊണ്ട് പാഴായി കിടന്നതിന്റെ മേൽ, ശൂന്യതയിൽ അനുഭവിക്കുന്ന മേൽ ഒരൊറ്റ വാക്കേ പറഞ്ഞുള്ളൂ, ലെറ്റ് ദെയർ ബി, ഉണ്ടാകട്ടെ എന്ന് പറഞ്ഞപ്പോൾ ഉണ്ടായെങ്കിൽ. ഇന്ന് രാത്രിയിൽ ആ ദൈവത്തിന്റെ പരമാധികാരത്തെ എത്ര പേർ ആ ഹൃദയത്തിലേക്ക് അതുപോലെ ഒന്ന് ഏറ്റെടുക്കാൻ തയ്യാറാകും? പലപ്പോഴും പല വിഷയങ്ങളെ നോക്കി നാം കരയുകയല്ലേ, ഇതെങ്ങനെ സംഭവിക്കും, ഇതിനൊരു മറുപടി കിട്ടുമോ എന്ന് നാം വളരെ കുഴഞ്ഞു മറിഞ്ഞ് നമ്മുടെ യുക്തിക്കും നമ്മുടെ ചിന്തകൾക്കും നമ്മുടെ പ്രയത്നങ്ങളെല്ലാം നാം ഉപയോഗിക്കുമ്പോഴും ഇതെല്ലാം പരാജയപ്പെടുമ്പോഴും ഇന്ന് രാത്രിയിൽ ഒരു വാക്ക് നിങ്ങളൊന്ന് മനസ്സിലാക്കുക. കാറ്റിനെ തന്റെ മുഷ്ടിയിന്മേൽ ഒതുക്കുന്നവൻ, വെള്ളത്തെ തന്റെ വസ്ത്രത്തിന്മേൽ കെട്ടുന്നവൻ, സകലത്തിനും അതിരിടുന്ന ദൈവം എന്റെ ദൈവം ഇന്ന് രാത്രിയിൽ പറയാൻ കഴിയുന്നവർ കരങ്ങൾ ഉയർത്തി കർത്താവിന് നന്ദി പറഞ്ഞാട്ടെ. ആ ദൈവത്തിന് നിങ്ങളുടെ പ്രാർത്ഥനകൾക്ക് ചെവി കേൾക്കാതിരിക്കുവാൻ സാധിക്കുമോ? ഇന്ന് രാത്രി കരയുന്ന വിഷയങ്ങളുടെ നടുവിൽ, നെടുവീർപ്പെടുന്ന വിഷയങ്ങളുടെ നടുവിൽ ഇന്ന് രാത്രിയിൽ അത്യുന്നതനായ ദൈവത്തിന്റെ കരം ഇന്ന് രാത്രിയിൽ എന്റെ വിഷയത്തിന്മേലൊന്ന് ചലിക്കുമെന്ന് വിശ്വാസത്തോടെ ഏറ്റെടുക്കുവാൻ കഴിയുന്നവർ ആ കരങ്ങളെ ഉയർത്തി കർത്താവിന് നന്ദി പറഞ്ഞാട്ടെ. ഹല്ലേലൂയ. വെള്ളത്തെ തടുത്തു നിർത്തുന്നവൻ, വെള്ളത്തെ തടുത്തു നിർത്തുക മാത്രമല്ല, ആ വെള്ളത്തെ ഒന്ന് തടുത്തു നിർത്തതിനൊന്ന് മാറ്റിക്കഴിഞ്ഞാൽ ഈ ഭൂമി മുഴുവനും അങ്ങ് വെള്ളത്താൽ അങ്ങ് നിറയും. പക്ഷെ അതിനെല്ലാം മതിർവരം വിട്ട് നിയന്ത്രിക്കുന്ന എൻ്റെ കർത്താവിൻ്റെ മകളാണ് ഞാനെന്നുള്ള ഉറപ്പ് ഇന്ന് രാത്രി പ്രാപിച്ചവർക്ക് വെറുതെ ഇരിക്കാൻ കഴിയുകയില്ല. ഇന്ന് രാത്രിയിൽ ആ ഉറപ്പ് എത്ര പേർക്കുണ്ട്? ഞാൻ ആരാധിക്കുന്ന അപ്പൻ, അവൻ എൻ്റെ കരത്തിന് പിടിക്കുക മാത്രമല്ല, ഈ സർവ്വ ഭൂഖണ്ഡത്തെ മുഴുവൻ അധികാരത്തിൽ തന്റെ ഒരൊറ്റ വാക്കിനാൽ നിയന്ത്രിക്കുന്നവൻ നിങ്ങളുടെ വിഷയത്തെ നിയന്ത്രിക്കാതിരിക്കുമോ? നിങ്ങളുടെ പ്രതികൂലത്തിന്റെ അളവിൽ, വേദനയിൽ, നിങ്ങൾ കരയുന്ന വിഷയത്തിന്മേൽ അവന്റെ സാന്നിധ്യം ഇറങ്ങി വരാതിരിക്കുമോ? എത്ര പേര് ഇന്ന് രാത്രിയിൽ ഇത് വിശ്വസിക്കുന്നുണ്ട്? ഞാൻ കരയുന്ന വിഷയങ്ങളുടെ നടുവിൽ ഇന്ന് രാത്രിയിൽ ദൈവത്തിന്റെ കരം ചലിക്കുമെന്ന് ഇന്ന് രാത്രിയിൽ ഒന്ന് വിശ്വസിക്കാൻ കഴിയുമോ? കാറ്റിനെ അടക്കുന്നവൻ എത്ര പ്രതികൂലമായ കാറ്റിന്റെ ജീവിതത്തിന്മേൽ കടന്നു വന്നാലും തന്റെ മുഷ്ടിയിൽ ഒതുക്കും. ഇത് വെറുതെ ആഗൂർ പറഞ്ഞതല്ല. ആഗൂറിന് ഒരു കാര്യം മനസ്സിലായി. മനുഷ്യന്റെ ജീവിതത്തിന്മേൽ പലതരത്തിലുള്ള കാറ്റുകൾ കടന്നു വരും. ഒരുപക്ഷെ കുടുംബ ജീവിതത്തിന്മേൽ പ്രതീക്ഷിക്കാത്ത കാറ്റുകൾ കടന്നു വരും. തലമുറകളുടെ വിഷയങ്ങളിന്മേൽ പ്രതീക്ഷിക്കാത്ത, ഒരിക്കലും നനയ്ക്കാത്ത കാറ്റുകൾ കടന്നു വരും. ഹല്ലേലൂയ. ജോലിയുടെ വിഷയങ്ങളിന്മേൽ ഇതുവരെ നാം ചിന്തിച്ചതുപോലെയല്ല പല കാര്യങ്ങളും മാറി മറിഞ്ഞൊന്നു വരാം. സ്വപ്നം കാണുന്നതിൽ അപ്പുറമായി പല കാര്യങ്ങളും ഹല്ലേലൂയ ജീവിതത്തിന്മേൽ കടന്നു വന്നാലും ആഗൂരിനോട് ചേർന്ന് നമുക്കൊന്ന് പറയാം, എൻ്റെ
ദൈവം എത്ര വലിയ പ്രതികൂലമായ കാറ്റുകൾ എൻ്റെ ജീവിതത്തിന്മേൽ ആഞ്ഞടിച്ചാലും കാറ്റിനെ തന്റെ മുഷ്ടിയിൽ ഒതുക്കുവാൻ കഴിവുള്ളവൻ, എൻ്റെ വിഷയത്തിന് മേൽ അത്ഭുതങ്ങളെ ചെയ്യുവാൻ ഇന്ന് രാത്രിയിൽ വിശ്വസനാണെന്ന് വിശ്വസിക്കുന്നവർ ആ കരം അല്പസമയം ചേർത്തടിച്ച് കർത്താവിന് നന്ദി പറയാമോ ദൈവമക്കളെ? ഇന്ന് രാത്രിയിൽ ആ ദൈവത്തിന്റെ കരം ഇവിടെ ഇറങ്ങുകയാ. കരയുന്ന ചില വിഷയങ്ങളുടെ നടുവിൽ, നെടുവീർപ്പെടുന്ന ചില വിഷയങ്ങളുടെ നടുവിൽ, ഒരിക്കലും പരിഹാരമില്ലെന്ന് ചിന്തിക്കുന്ന ചില വിഷയങ്ങളുടെ നടുവിൽ ഇന്ന് രാത്രിയിൽ ആ ദൈവത്തിന്റെ കരം ചലിക്കുകയാ. പരിശുദ്ധമായ ഞങ്ങളുടെ വലിയ കൃപകൾക്ക് ഞങ്ങൾ അങ്ങേക്ക് നന്ദി പറയുന്നപ്പാ. പലപ്പോഴും നമ്മൾ പറയുന്ന ഒരു കാര്യമുണ്ട്, ഞാൻ പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥനാ വിഷയങ്ങൾ മാസങ്ങളായി വർഷങ്ങളായി ഇതിനൊരു മറുപടി ഇല്ലല്ലോ എന്ന് നമ്മളാ ചിന്തിക്കുന്നത്. പക്ഷേ ഇതെല്ലാം നിയന്ത്രിക്കുന്ന ദൈവത്തിനറിയാം നിങ്ങളുടെ വിഷയത്തിന്മേൽ എപ്പോൾ ചലിക്കണമെന്ന്. പക്ഷെ ആ ചലിച്ചാലുണ്ടല്ലോ, ദൈവത്തിന്റെ കരമിറങ്ങിയാലുണ്ടല്ലോ, ഇതുവരെ നിങ്ങൾ കാണുന്നത് പോലെയല്ല. ഹാലിൽ നിങ്ങളുടെ ചിന്തയ്ക്കും നിങ്ങളുടെ യുക്തിക്കും അപ്പുറമായ ദൈവത്തിന്റെ പ്രവൃത്തിയാണ് നടക്കാനായിട്ട് പോകുന്നത്. അങ്ങനെയെങ്കിൽ ഇന്ന് രാത്രി ഒന്ന് വിശ്വസിക്കാൻ കഴിയുമോ? കാറ്റിനെ നോക്കി, പ്രതികൂലത്തെ നോക്കി എന്റെ നേരെ ഇറങ്ങി വന്ന് എന്റെ വിഷയത്തിൽ മേൽ ഇറങ്ങി വരിക മാത്രമല്ല, അത്ഭുതങ്ങളെ ഞാൻ എന്റെ സ്വന്തം കണ്ണുകൾ കൊണ്ട് കാണും. 5 അപ്പം കൊണ്ടുപോയി 2 മീനും കൊണ്ടും ഹാലിൽ വലിയൊരു പുരുഷാരത്തെ നിറച്ചതിന് ശേഷമായിട്ട് യേശു തന്റെ ശിഷ്യന്മാരെ അക്കരയിലേക്ക് കടത്തിവിട്ട് എന്നാണ് നാം വായിക്കുന്നത്. എന്നാൽ അക്കരയിലേക്ക് വിട്ട സമയത്ത് യേശു കൂടെയില്ല. ശിഷ്യന്മാര് നന്നായിട്ട് കാര്യങ്ങൾ അറിയാവുന്ന മുക്കുവന്മാർ കൂട്ടത്തിലുണ്ട്. പക്ഷെ അന്ന് രാത്രിയിൽ കണക്കൂട്ടലുകളെല്ലാം തെറ്റി. നന്നായിട്ട് വള്ളം തുഴയാൻ അറിയാവുന്നവർ, കാറ്റ് എത്ര പ്രതികൂലമായിട്ട് ആഞ്ഞടിച്ചാലും വള്ളത്തെ നിയന്ത്രിക്കാൻ നന്നായിട്ട് അറിയാവുന്ന ശിഷ്യന്മാരുടെ കണക്ക് കൂട്ടലുകൾ അന്ന് തെറ്റി. അവർ പറയുന്നൊരു കാര്യമുണ്ട്, നിമിഷങ്ങൾക്കുള്ളിൽ ഈ വെള്ളത്തിൽ ഞങ്ങൾ മുങ്ങി മറിയും. കാറ്റത്രമാത്രം ശക്തമായിട്ട് ഈ പടകിന്മേൽ ആഞ്ഞടിക്കുകയാണ്. വെള്ളം വല്ലാതെ ഈ പടകിന്മേൽ തിരമ്പി കയറുകയാണ്. ഒറ്റ വാക്കിൽ പറഞ്ഞു കഴിഞ്ഞാൽ മരണം മുമ്പിൽ കാണുകയാണ്. ഒരു വഴിയും മുമ്പിലില്ല. യേശുവേ എന്നുറക്കെ വിളിച്ചു കഴിഞ്ഞാൽ കേൾക്കുവാൻ യേശു അപ്പൊ അടുത്തില്ല, കിലോമീറ്ററുകൾക്കപ്പുറത്താണ്. പക്ഷെ അവിടെ വായിക്കുന്നൊരു കാര്യമുണ്ട്, 1-ാം യാമവും 2-ാം യാമവും 3-ാം കഴിഞ്ഞ് 4-ാം യാമത്തിൽ നടന്ന് യേശു അവരുടെ അടുക്കലേക്ക് കടന്നു വരിക. എങ്ങനെയാ വന്നത്? എന്താണോ അവർക്ക് പ്രതികൂലമായിട്ട് നിന്നത്, ആ പ്രതികൂലത്തിന്റെ മുകളിലൂടെ യേശു അവർ അടുത്തേക്ക് നടന്നു വരിക. യേശു നടന്നു വരിക മാത്രമല്ല, എന്താണോ അവർക്ക് പ്രതികൂലമായത് ആ പ്രതികൂലമായ നോക്കി ഒരൊറ്റ വാക്ക് കൽപ്പിക്കുന്നത്, കാറ്റേ അടങ്ങുക, കടലേ ശാന്തമാകുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ കാറ്റിനെയും ഈ കടലിനെയും സകലത്തെയും നിയന്ത്രിക്കുവാൻ കഴിവുള്ള ദൈവത്തിന്റെ പരമാധികാരത്തെ ആ ശിഷ്യന്മാർ അന്ന് രാത്രി തിരിച്ചറിഞ്ഞു കഴിഞ്ഞപ്പോൾ അവർക്കൊരു കാര്യം മനസ്സിലായി, ഇവൻ ഹാലിലെ കരയിൽ മാത്രമല്ല പ്രവർത്തിക്കുന്നത്, ഇവൻ കടലിലും അത്ഭുതങ്ങളെ ചെയ്യുന്നവനാ. ശകനമന വൈഡൽ പ്രൗഢികരിക്കമന. രാത്രിയിൽ എത്ര പേർക്കൊന്ന് വിശ്വസിക്കുന്നുണ്ട് ദൈവമക്കളെ? കരയിൽ മാത്രമല്ല കടലിലും അത്ഭുതം ചെയ്യുന്നവന്. അങ്ങനെയെങ്കിൽ നിങ്ങളുടെ നീരിപ്പുകയെന്ന വിഷയത്തിന്റെ നടുവിൽ കർത്താവ് അത്ഭുതങ്ങളെ ചെയ്യത്തില്ലയോ? ഹല്ലേലൂയ. ഇന്ന് രാത്രിയിൽ ചില ദൈവകരങ്ങൾ കരയുന്ന ചില വിഷയങ്ങളുമേൽ ഇറങ്ങുക. ഒരിക്കൽ പോലും മറുപടി കിട്ടത്തില്ലെന്ന് ലോകം പറഞ്ഞ വിഷയങ്ങളുടെ നടുവിൽ ഇന്ന് രാത്രി ദൈവത്തിന്റെ കരം ചലിക്കുക. ഡോക്ടേഴ്സ് നിങ്ങളുടെ വിഷയങ്ങളിന്മേൽ പറഞ്ഞതുപോലെയല്ല ദൈവത്തിന് നിങ്ങളുടെ വിഷയത്തിന്മേൽ ചെയ്യാനുള്ളത്. അതുകൊണ്ട് ഇന്ന് രാത്രിയിൽ ദൈവത്തിന്റെ പരമാധികാരത്തെ തിരിച്ചറിയുന്നവരെന്ന് പറഞ്ഞാട്ടെ, എന്റെ ദൈവം അത്ഭുത മന്ത്രി, അവൻ വീരനാം ദൈവം, അവൻ നിത്യപിതാവ്, അവൻ സമാധാനത്തിന്റെ പ്രഭുവായിരിക്കുന്നു. പ്രതികൂലം വരുമ്പോൾ നമുക്കറിയത്തില്ല എങ്ങനെ ഇതിനെ ഓവർകം ചെയ്യണമെന്ന്. പക്ഷേ ഇന്ന് രാവിലെ നാം മെസ്സേജിൽ കേട്ടതുപോലെ തന്നെ അമ്മയുടെ ഉദരത്തിൽ ഉരുവാകുന്നതിന് മുമ്പ് തന്നെ ഒരു ഡോട്ടായ ആ സമയം മുതൽ തന്നെ നമ്മളെക്കുറിച്ചുള്ള മാസ്റ്റർ പ്ലാൻ തയ്യാറാക്കിയ ദൈവത്തിന് നമ്മളെ എവിടെയാണ് എത്തിക്കേണ്ടതെന്നും എവിടെയാണ് നിർത്തേണ്ടതെന്നും നിന്റെ കർത്താവിന് നന്നായിട്ട് അറിയാം. അങ്ങനെയെങ്കിൽ ഇന്ന് രാത്രിയിൽ കരയുന്ന വിഷയങ്ങളെ നോക്കി, ഭാരപ്പെടുന്ന വിഷയങ്ങളെ നോക്കി ധൈര്യത്തോടെ കരമൊന്നിർത്തിട്ട് പറഞ്ഞ്, ഞാൻ വിളിക്കുന്ന അപ്പ ആരാണെന്നുള്ളൊരു തിരിച്ചറിവ് ഇന്ന് രാത്രിയിൽ എനിക്കുണ്ടെന്ന് പറയാൻ കഴിയുന്നവർ. ആ ഗുരു പറയാണ്, ദൈവത്തിൻ്റെ പരമാധികാരത്തെ ഞാൻ നന്നായി മനസ്സിലാക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. താങ്ക് യു ഹോളി സ്പിരിറ്റ്. ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് ചിലരോട് വ്യക്തമായി സംസാരിക്കുകയാണ്. കുടുംബത്തിനെതിരായിട്ടുള്ള കാറ്റുകൾ, നിങ്ങളുടെ ജോലിക്കെതിരായിട്ട്, നിങ്ങളുടെ തലമുറകൾക്കെതിരായിട്ടുള്ള കാറ്റുകൾ, അല്ലെങ്കിൽ വെള്ളം കവിഞ്ഞൊഴുകുന്നത് പോലെ
ചിന്തിച്ചാലും ഒരിക്കലും എത്തിപ്പെടാത്ത രീതിയിലുള്ള പ്രതികൂലങ്ങൾ തലയ്ക്ക് മുകളിലൂടെ ഇങ്ങനെ കവിയുകയാണല്ലോ എന്ന് നീറിപ്പുകയുന്ന ആരെങ്കിലും ഇന്ന് രാത്രിയിൽ ഇതിൻ്റെ നടുവിൽ ഇരിപ്പുണ്ടെങ്കിൽ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാ സംസാരിക്കുക. കാറ്റിനെ ഒരൊറ്റ വാക്കുകൊണ്ട് അടക്കിയവൻ, ഉണ്ടാകട്ടെ എന്ന് പറഞ്ഞപ്പോൾ ഉളവാക്കിയവൻ നിങ്ങളുടെ ലൈഫിന്മേൽ ചിലത് സൃഷ്ടിക്കാനായിട്ട് പോകുക. ശൂന്യമായ അവസ്ഥയുടെ നടുവിൽ ഇന്ന് രാത്രിയിൽ ദൈവത്തിൻ്റെ കരം ചലിക്കുക. കാരണം ദൈവം അത്ഭുതങ്ങളെ ചെയ്യുന്നവനാ. അവൻ്റെ പരമാധികാരത്തെ തിരിച്ചറിഞ്ഞാലുണ്ടല്ലോ, ചിന്തിക്കുന്നതിലും അപ്പുറമായിട്ടുള്ള വഴികളിൽ കൂടി ദൈവം നമ്മളെ വഴി നടത്തും. ഹല്ലേലൂയ. മൂന്നാമത്തെ കാര്യം, he realizes God's word is trustworthy. God's word is trustworthy. അതിന്റെ 5-6 വാക്യങ്ങളൊന്ന് വായിക്കാമോ? ദൈവത്തിന്റെ സകല വചനവും ശുദ്ധി ചെയ്തതാകുന്നു. തന്നിൽ ആശ്രയിക്കുന്നവർക്ക് അവൻ പരിച തന്നെ. അവന്റെ വചനങ്ങളോട് നീ ഒന്നും കൂട്ടരുത്. അവൻ നിന്നെ വിസ്തരിച്ചിട്ട് നീ കള്ളനാകുവാൻ ഇടവരരുത്. He realizes God's word is trustworthy. ദൈവത്തിന്റെ വചനം വിശ്വസനീയമായ ഒന്നാണെന്ന് ആർക്ക് മനസ്സിലായി? ആഗൂറിന് മനസ്സിലായി. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇദ്ദേഹത്തിൻ്റെതായിട്ടുള്ള കുറേ ജ്ഞാനങ്ങളുണ്ട്. ആ ജ്ഞാനത്തിൽ കുറേ കാര്യങ്ങൾ പറയുന്നു. പക്ഷെ അദ്ദേഹത്തിന് മനസ്സിലായി ദൈവത്തിൻ്റെ വചനത്തിൽ പറയുന്ന കാര്യങ്ങളാണ് നിലനിൽക്കുന്നതും സത്യമായിട്ടുള്ളതും. അങ്ങനെയെങ്കിൽ ഇന്ന് രാത്രി പറഞ്ഞാട്ടെ, ദൈവത്തിൻ്റെ വചനം അത് സത്യവചനം. ഇന്ന് രാത്രിയിൽ എത്ര പേർക്ക് അതൊന്ന് പറയാൻ കഴിയും? ഈ കയ്യിലുള്ള ഈ തിരുവചനം, ഇത് കയ്യിൽ ഏന്തിക്കൊണ്ട് വരുന്നത് വെറുതെ അല്ല. ഇതിലുള്ള ഓരോ വാക്കുകളും നിങ്ങളുടെ ജീവിതത്തിന്മേൽ അത് നിറവേറാനുള്ളതാണ്. ഇന്ന് രാത്രിയിൽ എത്ര പേര് അതൊന്ന് പറയും? ദൈവമക്കളെ, ഞാൻ ഈ പിടിച്ചിരിക്കുന്ന ഈ തിരുവചനം, ഹല്ലേലൂയ, അതിലെ ഓരോ വാക്കുകൾ, അത് വള്ളിയെങ്കിലും പുള്ളിയെങ്കിലും ഇത് മാറ്റാനോ കുറയ്ക്കുവാനോ ഞാൻ യോഗ്യനല്ല. കാരണം അത് പറഞ്ഞത് അതുപോലെ എൻ്റെ ജീവിതത്തിന്മേൽ ഒരുക്കുവാൻ എൻ്റെ ദൈവം വിശ്വസ്തനാണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒറ്റ വാക്കിൽ ഇങ്ങനെ പറയാം, ഈ തിരുവചനത്തിൽ കള്ളത്തരങ്ങൾ, അസത്യമായിട്ടുള്ള ഒരു കാര്യങ്ങളും പറഞ്ഞിട്ടില്ല. തിരുവചനത്തിൽ പറഞ്ഞിട്ടുള്ളത് അതുപോലെ നടക്കും. കർത്താവ് എന്തെങ്കിലും ചെയ്യുമെന്ന് തിരുവചനത്തിലൂടെ നമ്മളോട് ആലോചന അറിയിച്ചിട്ടുണ്ടെങ്കിൽ, അതുപോലെ വാഗ്ദത്തങ്ങൾ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതുപോലെ സംഭവിക്കും. എന്നാൽ അതിലുപരിയായിട്ട് നമുക്കത് വിശ്വസിക്കാൻ കഴിയുമോ? എൻ്റെ കർത്താവ് വരും. ഉറക്കൊരു ഹല്ലേലൂയ, എൻ്റെ കർത്താവ് വരും, വിശുദ്ധന്മാരെ ചേർക്കും, അന്ത്യക്രിസ്തു വെളിപ്പെടും, അന്ത്യനായ വിധി ഉണ്ടാകും. ആമേൻ. 1000 ആണ്ട് വാഴ്ചയും. ഞാൻ ഒറ്റ കാക്കകൾ ഇതെല്ലാം കൂടെ ഒറ്റയടിക്ക് അങ്ങ് പറഞ്ഞതേ ഉള്ളൂ. ഇതെല്ലാം സംഭവിക്കും. എൻ്റെ കർത്താവ് വരാൻ സമയമായി. ഈ തിരുവചനത്തിൽ പറഞ്ഞത് അതേപടി സംഭവിക്കും. കർത്താവ് ഈ ഭൂമിയിലേക്ക് വന്നു, 33.5 തിരുവയസ്സ് വരെ ഈ ഭൂമിയിൽ ജീവിച്ചു. ഹല്ലേലൂയ. അവസാനത്തെ 3.5 വർഷങ്ങൾ അദ്ദേഹം ഈ ഭൂമിയിൽ മിനിസ്റ്റർ ചെയ്ത് കഴിഞ്ഞപ്പോൾ കൂടെ നടന്ന ശിഷ്യന്മാരെല്ലാം വിശ്വസിച്ചൊരു കാര്യമുണ്ട്, മരണം കൊണ്ട് ഇതെല്ലാം കഴിഞ്ഞു. യേശു എന്ന് പറഞ്ഞ ചാപ്റ്റർ മരണം കൊണ്ട് കഴിഞ്ഞു. എന്നാൽ യേശു പറഞ്ഞു, ഇല്ല, 3-ാം നാളിൽ ഒരു ഉയർപ്പുണ്ട്, നിങ്ങളത് കാണും. അതുപോലെ സംഭവിച്ചു. അതിനുശേഷമായിട്ട് യേശു ഉയരത്തിലേക്ക് കരേറിപ്പോയി. പക്ഷെ കരേറിപ്പോകുന്നതിന് മുമ്പായിട്ട് യേശു പറഞ്ഞൊരു കാര്യമുണ്ട്, ഞാൻ നിങ്ങൾക്ക് വേണ്ടി സ്ഥലം ഒരുക്കുവാൻ, ഉറക്കെ എല്ലാവരും ഒന്ന് പറഞ്ഞേ, ഞാൻ നിങ്ങൾക്ക് വേണ്ടി സ്ഥലം ഒരുക്കുവാൻ പോകുന്നു. എൻ്റെ പിതാവിൻ്റെ ഭവനത്തിന് അനേക വാസസ്ഥലങ്ങൾ ഉണ്ട്. ഞാൻ നിങ്ങൾക്ക് വേണ്ടി സ്ഥലം ഒരുക്കുവാൻ പോകുവാണെന്ന് ഈ ലോകത്തിലെ മത നേതാക്കന്മാരോ അല്ലെങ്കിൽ ഈ ലോകത്തിലെ ഏതൊരു തത്വജ്ഞാനികളോ അല്ല ഇത് പറഞ്ഞത്. നമ്മുടെ ദൈവം നമുക്ക് വേണ്ടി ഭവനം ഒരുക്കുവാൻ പോയിട്ടുണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്ഥലങ്ങളെല്ലാം എൻ്റെ അപ്പ ഇങ്ങനെ ഓരോന്നായിട്ട് പ്രിപ്പയർ ചെയ്തുകൊണ്ടിരിക്കുക. ഈ ലോകത്തിൽ മുഴുവനും യേശുവിൻ്റെ സുവിശേഷം വന്നു കഴിയുമ്പോൾ എൻ്റെ പ്രാണപ്രിയൻ്റെ വരവ് സംഭവിക്കും. ഇന്ന് രാത്രിയിൽ നിന്ന് വിശ്വസിക്കാൻ കഴിയുമോ? എൻ്റെ കർത്താവ് വരും, എൻ്റെ കർത്താവ് എന്നെ ചേർപ്പാൻ വരും. അത് പറയാൻ കഴിയുന്നവർ, അത് വിശ്വസിക്കാൻ കഴിയുന്നവർ കരങ്ങളെ ഉയർത്തി കർത്താവിന് നന്ദി പറഞ്ഞേ. എൻ്റെ കർത്താവ് എന്നെ ചേർപ്പാൻ വേഗത്തിൽ വരും, വേഗത്തിൽ വരും, വേഗത്തിൽ വരും. ഇനി അധികം താമസങ്ങളില്ല. യുദ്ധങ്ങൾ, ക്ഷാമങ്ങൾ, ഭൂകമ്പങ്ങൾ, മഹാവ്യാധികൾ ഹല്ലേലൂയ പല സ്ഥലങ്ങളിലായിട്ട് നടമാടിക്കൊണ്ടിരിക്കുക. പക്ഷെ അതിന്റെ നടുവിലും ജീവിക്കുന്ന ഒരു ഭക്തന്, കർത്താവിൽ വിശ്വസിക്കുന്ന ഒരു ഭക്ത ഉറപ്പോടെ ധൈര്യത്തോടെ പറയും, എന്തെല്ലാം പ്രതികൂലങ്ങൾ എന്റെ മുമ്പിൽ കാണുമ്പോഴും എനിക്കൊരു കാര്യം നന്നായിട്ട് അറിയാം, എന്റെ പ്രാണപ്രിയന്റെ വരവ് ഏറ്റവും ആഗതമായിരിക്കുകയാണ്. ഇന്ന് രാത്രി എത്ര പേർക്ക് വിശ്വസിക്കാൻ കഴിയും മക്കളെ? ദൈവം പറഞ്ഞത് അതുപോലെ സംഭവിക്കും. 2 പത്രോസിന്റെ ലേഖനം 1-ാം അധ്യായം അതിന്റെ 16-ാം വാക്യം എന്നെ ഒത്തിരി ധൈര്യപ്പെടുത്തുന്ന ഒരു വാക്കാണ്. ഹല്ലേലൂയ. 2 Peter chapter 1 verse 16. നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിന്റെ ശക്തിയും
പ്രത്യക്ഷതയും നിങ്ങളോട് അറിയിച്ചത് നിർമ്മിത കഥകളെ പ്രമാണിച്ചിട്ടല്ല, അവൻ്റെ മഹിമ കണ്ട സാക്ഷികൾ. അവൻ്റെ മഹിമ കണ്ട സാക്ഷികൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ തിരുവചനത്തിൽ പറഞ്ഞിരിക്കുന്ന ഒരു കാര്യം ഒരു ഫെയറി ടെയിൽസ് അല്ല. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിർമ്മിത കഥകളല്ല, ആരെങ്കിലും കെട്ടിച്ചമച്ച കുറെ കഥകളല്ല. തിരുവചനത്തിൽ പറഞ്ഞിരിക്കുന്നത് അതുപോലെ സംഭവിക്കും, അതുപോലെ സംഭവിക്കും, അതുപോലെ സംഭവിക്കും. കർത്താവിൻ്റെ പ്രത്യക്ഷത ശിഷ്യന്മാർ കണ്ടെങ്കിൽ അവൻ രണ്ടാമത് വരുമെന്ന് തിരുവചനത്തിൽ പറഞ്ഞിട്ടുണ്ടെങ്കിൽ പത്രോസിനൊരു കാര്യം മനസ്സിലായി. എൻ്റെ പ്രാണപ്രിയന്റെ കൂടെ ഞാൻ ഒത്തിരി നാളുകൾ നടന്നു. ആ നടന്നപ്പോഴെല്ലാം അത്ഭുതങ്ങൾ കണ്ടു, അടയാളങ്ങൾ കണ്ടു, വീര്യ പ്രവർത്തികൾ കണ്ടു. പക്ഷെ ഒരു നാളിൽ യേശുവപ്പ എന്നെ നോക്കി പറഞ്ഞു, നീ എന്നെയും തള്ളിപ്പറയും, നീ എന്നെയും തള്ളിപ്പറയും. ഇല്ലപ്പാ, ഇല്ലപ്പാ, ആരെല്ലാം തള്ളിപ്പറഞ്ഞാലും ഞാൻ നിന്നെ തള്ളിപ്പറയത്തില്ല. പക്ഷെ പത്രോസും യേശുവിനെ തള്ളിപ്പറഞ്ഞു. പക്ഷെ മരണത്തിന് ശേഷമായിട്ട്, കർത്താവ് ഉയർത്തെഴുന്നതിന് ശേഷമായിട്ട് ഈ പത്രോസിനോടൊരു എൻകൗണ്ടർ നടന്നു കഴിയുമ്പോഴേക്കും ഹല്ലേലൂയ, യേശു കർത്താവ് ചോദിക്കുന്നൊരു ചോദ്യമുണ്ട്, നീ ഇവരിൽ അധികമായി. ഹല്ലേലൂയ. പത്രോസ് മൂന്നാമത്തെ പ്രാവശ്യം പറയുന്നൊരു വാക്കുണ്ട്, കർത്താവേ നീ സകലതും അറിയും. ഇന്ന് രാത്രി ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമ്മളെ നോക്കി പറയുക, നിങ്ങളെ ഉള്ളതുപോലെ അറിയുന്നൊരു ദൈവം. ഇവിടെ ഇരിക്കുമ്പോൾ നല്ല സ്മൈലിംഗ് ഫേസസോടുകൂടി നിങ്ങളിരിക്കും, പക്ഷെ ഉള്ളിൻ്റെ ഉള്ളിൽ നീറിപ്പോകുന്ന വിഷയങ്ങളുമായിട്ട് ദൈവത്തിൻ്റെ സന്നിധിയിൽ ഇരിക്കുമ്പോഴും അത് അറിയുന്നൊരു ദൈവം. പക്ഷെ അതോടൊപ്പം തന്നെ ഞാൻ എപ്പോഴും പറയുന്നൊരു കാര്യമുണ്ട്, നിങ്ങളുടെ രഹസ്യ ജീവിതത്തെയും അറിയുന്നൊരു ദൈവം. പരസ്യ ജീവിതത്തെ അറിയുന്ന ദൈവം നിങ്ങളുടെ രഹസ്യ ജീവിതത്തെയും അറിയുന്നു. ഒരാമയം പറഞ്ഞ ദൈവമക്കളെ, ആരോരുമില്ലാതെ ഏകാന്തതയുടെ നടുവിൽ കൂടി നാം കടന്നു പോകുമ്പോൾ അപ്പാ എന്നുറക്കെ വിളിക്കുമ്പോൾ ഇറങ്ങി വരുന്ന ഒരു ദൈവ സാന്നിധ്യം നിങ്ങളുടെ ഏകാന്തതയിൽ നിങ്ങൾ ചെയ്യുന്ന പ്രവർത്തികളെ നന്നായി അറിയുന്നു. Hallelujah. Thank you Holy Spirit. Thank you Holy Spirit. Hallelujah. പത്രോസ് പറയാണ്, you know everything. ഞാൻ ഒറ്റപ്പെടുത്തിയതും ഞാൻ കുറ്റം പറഞ്ഞതും ഹല്ലേലൂയ ഒരു ബാല്യക്കാരത്തിയുടെ മുമ്പിൽ വെച്ചും എൻ്റെ അനുമനാഥനെ ഒറ്റപ്പെടുത്തിയ വാക്കുകളെല്ലാം എൻ്റെ അപ്പ നിനക്കറിയാമല്ലോ, ഞാൻ ഓരോന്നായിട്ട് പറയേണ്ട ആവശ്യമില്ലല്ലോ, എല്ലാം നിനക്കറിയാം. ഇതാണ് ദൈവം നമ്മളെക്കുറിച്ചും ആഗ്രഹിക്കുന്നത്, ഒരു കംപ്ലീറ്റ് സറണ്ടറിങ്, ഒരു കംപ്ലീറ്റ് സറണ്ടറിങ്. ദൈവത്തിൻ്റെ വാക്കുകളെ നാം കേൾക്കുമ്പോൾ ഒരു അല്പസമയത്തേക്ക് എന്തോ ഒരു കുളിർമയൊക്കെ കൊണ്ട് നാം കർത്താവിനോട് പറയാം, അപ്പാ അങ്ങയുടെ സാന്നിധ്യം മാത്രം മതി. പക്ഷെ പ്രതികൂലങ്ങൾ കടന്നു വരുമ്പോൾ, പ്രയാസങ്ങൾ കടന്നു വരുമ്പോൾ, ജീവിതത്തിൽ മറ്റു പലതും നാം നേടിയെടുക്കുമ്പോൾ ഈ സാന്നിധ്യം വിട്ട് കർത്താവിന്റെ പാതയിൽ നിന്ന് നാം ഓടി അകലുതും അറിയുന്ന ഒരു ദൈവം. അങ്ങനെയെങ്കിൽ ഇന്ന് രാത്രിയിൽ കർത്താവിന്റെ സന്നിധിയിലേക്ക് കടന്നു വന്നിട്ടൊന്ന് ഹല്ലേലൂയ പൂർണ്ണ സമർപ്പണത്തോടെ എന്ന് പറഞ്ഞ്, എൻ്റെ പ്രാണപ്രിയന്റെ വരവ് ഏറ്റവും ആഗതമായിരിക്കുക. അവന്റെ ശക്തി വെളിപ്പെട്ടതുപോലെ അവന്റെ പ്രത്യക്ഷതയും ഇനി വെളിപ്പെടാനായിട്ട് പോവുകയാണ്. എൻ്റെ കർത്താവിന്റെ വരവ് ഏറ്റവും ആഗതമായിരിക്കുകയാണ്. ഞാൻ എൻ്റെ പ്രാണപ്രിയന്റെ കൂടെ ഞാനും അങ്ങ് പോകുമെന്ന് പറയുന്ന കരങ്ങളെ ഉയർത്തി കർത്താവിനെ നന്ദി പറഞ്ഞായിട്ട് മക്കളെ. ഇത്ര ശബ്ദമേ ഉള്ളൂ. കരമെല്ലാം ഒന്ന് ഉയർത്തിക്കേ. പറ്റുമെന്നുണ്ടെങ്കിൽ ആ തിരുവചനം നിങ്ങളുടെ കരങ്ങളിൽ ഒന്ന് എടുത്തേ മക്കളെ. ഇന്ന് രാത്രി ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നമ്മുടെ ഇവിടെ ദൈവദാസന്മാർ എപ്പോഴും പറയുന്നൊരു കാര്യമുണ്ട്, ഇവിടെ എന്ത് ശുശ്രൂഷകൾ നടന്നാലും ഇത് നേരത്തെ ഒരു തിരക്കഥ ഉണ്ടാക്കി വെച്ചിട്ട് ചെയ്യുന്ന പോലെ അല്ല. പക്ഷെ ഇന്ന് രാത്രി ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് പറയും, ഇതിലെ ഒരു വാക്ക് മാറത്തില്ല, സംഭവിക്കും. അങ്ങനെയെങ്കിൽ ഇന്ന് രാത്രി പറഞ്ഞ് കുടുംബത്തോട് പറഞ്ഞ വാക്ക് സംഭവിക്കും. തലമുറ ഞാൻ ഈ ഓരോ വാക്ക് പറഞ്ഞ ആമേൻ പറയണം. ആമേൻ പറഞ്ഞതിനെ റിസീവ് ചെയ്യുമ്പോഴാണ് ദൈവത്തിന്റെ ശക്തി വെളിപ്പെടുന്നത്. ഇന്ന് രാത്രിയിൽ അത് സംഭവിക്കുക. ഹല്ലേലൂയ. ഈ ഫ്രണ്ട് റോ തൊട്ട് അങ്ങ് ലാസ്റ്റ് വരെ അത് സംഭവിക്കുക. ഫ്രണ്ട് റോ തൊട്ട് ലാസ്റ്റ് വരെ അത് സംഭവിക്കുക. വിശ്വസിക്കുന്നവർക്ക് വേണ്ടി ഇന്ന് രാത്രിയിൽ ദൈവത്തിന്റെ ശക്തി വെളിപ്പെടുക. അനോന് വേണ്ടി ഇന്ന് രാത്രിയിൽ ആ ദൈവത്തിന്റെ ശക്തി വെളിപ്പെടുക. ആ കുഞ്ഞ് കടന്നു പോകുന്ന വിഷയങ്ങളുടെ നടുവിൽ ഈ തിരുവചനം പറയുന്നു, ഞാൻ നിന്നെ സൗഖ്യമാക്കുന്ന യഹോവ. അങ്ങനെയെങ്കിൽ ഇന്ന് രാത്രിയിൽ ഹല്ലേലൂയ അനോനിലൂടെ ആ ദൈവശക്തി ഇങ്ങനെ അങ്ങ് പകർന്നുകൊണ്ടിരിക്കുക. വിശ്വസിക്കാൻ കഴിയുമോ? വിശ്വസിക്കാൻ കഴിയുമോ? തിരുവചനം മാറത്തില്ല, മാറത്തില്ല. എൻ്റെ കർത്താവ് വരും 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 വരും. ഏത് നിമിഷമാണെന്ന് എനിക്കറിയത്തില്ല. പക്ഷെ ഞാൻ ഒരുങ്ങിയിട്ടുണ്ടോ, ഞാൻ ഒരുങ്ങിയിട്ടുണ്ടോ, ഞാൻ ഒരുങ്ങിയിട്ടുണ്ടോ? നമ്മളെ തന്നെ ഒന്ന് സ്വയശോധന ചെയ്തേ മക്കളെ. ഇന്ന് രാത്രി നമ്മളെ തന്നെ ഒന്ന് സ്വയശോധന ചെയ്തേ. നമുക്ക് എന്തിനും നന്മ കിട്ടും എന്ന് പറയുമ്പോൾ നമുക്ക് ഭയങ്കര സന്തോഷമാണ്. നാം അത്യുച്ചത്തിൽ ഉറക്കെ കർത്താവിനോട് നിലവിളിച്ചിട്ട് പറയാം, അപ്പാ നന്ദി നന്ദി. പക്ഷെ ഇന്ന് രാത്രി എവിടെയാണെന്ന് തോറ്റുപോയത്? ദൈവത്തിന്റെ പരമാധികാരത്തെ പലപ്പോഴും നാം അറിയാത്തവരായിട്ടല്ലേ സഞ്ചരിക്കുന്നത്. ഒരൊറ്റ വാക്കുകൊണ്ട് സകലത്തെ ഉളവാക്കുന്ന ദൈവം എൻ്റെ വിഷയത്തിന്മേൽ ഒന്നും ചെയ്യത്തില്ല, ആ സാന്നിധ്യവും എനിക്ക് വേണ്ട എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ട് നാം നമ്മുടെ വാക്കുകൾ കൊണ്ട്, നമ്മുടെ പ്രവൃത്തി കൊണ്ട്, നമ്മുടെ ചിന്തകൾ കൊണ്ട്, നമ്മുടെ നോട്ടങ്ങൾ കൊണ്ട്, നമ്മുടെ കൊടുക്കൽ വാങ്ങലുകൾ കൊണ്ട്, നമ്മുടെ സംസാരങ്ങൾ കൊണ്ട് ദൈവഹിതത്തിനെതിരായിട്ട് എന്തെങ്കിലും സംഭവിച്ചിട്ടുണ്ടെങ്കിൽ ഇന്ന് രാത്രിയിൽ അതിനെ ഒന്ന് മനഃപൂർവ്വമായിട്ട് ക്ഷമിക്കണമേ എന്ന് പറഞ്ഞിട്ട് കർത്താവിന്റെ സന്നിധിയിലേക്ക് പറഞ്ഞേ, തിരുവചനം സത്യമായ വചനം.
ഹല്ലേലൂയ. ഏറ്റവും അവസാനത്തെ കാര്യം, നാലാമത്തെ കാര്യം, ഹി റിയലൈസസ് ഹിസ് വൾനറബിലിറ്റി. തൻ്റെതായ ദുർബലതകളെ ആഗൂർ തിരിച്ചറിഞ്ഞു. അരുളപ്പാട് നിന്ന് ദൈവത്തിൽ കിട്ടിക്കഴിഞ്ഞപ്പോൾ അവൻ്റെ ഉള്ളിൽ നിന്ന് വരുന്ന ഒരു ചിന്ത ഇപ്രകാരമാണ്: ലോർഡ് കീപ് മീ ഫ്രം സിന്നിങ്. 7 തൊട്ട് 9 വരെയുള്ള വാക്യങ്ങളൊന്ന് വായിച്ചേ. 2 കാര്യം ഞാൻ നിന്നോട് അപേക്ഷിക്കുന്നു, ജീവപര്യന്തം അവ എനിക്ക് നിഷേധിക്കരുതേ. വ്യാജവും ഫോഷ്കും എന്നോട് അകറ്റണമേ. ആ വാക്കെല്ലാരും പറയും, വ്യാജവും ഫോഷ്കും എന്നോട് അകറ്റണമേ എന്ന് പറഞ്ഞാൽ ഇങ്ങനെ പറയാം: വ്യാജത്തിന് ഞാൻ എൻ്റെ മനസ്സ് വെക്കത്തില്ല. ഒരാമേൻ പറഞ്ഞേ. ഫോഷ്കിന് ഞാൻ എൻ്റെ നാവ് ഉയർത്തത്തില്ല. കാരണം എൻ്റെ നാവ് അപ്പൻ്റെ നാമത്തെ ഉയർത്തേണ്ട നാവാ. അടുത്ത വാക്ക്. ദാരിദ്ര്യവും സമ്പത്തും എനിക്ക് തരാതെ നിത്യവൃത്തി തന്നെ പോഷിപ്പിക്കണമേ. അതൊന്ന് പറയാമോ? അപ്പാ, ദാരിദ്ര്യവും വേണ്ട, വലിയ സമ്പത്തും വേണ്ട, അന്നെന്നുള്ളത്. ഒരാമേൻ പറയാമോ? ഇതൊക്കെ നമുക്ക് പറയാൻ എളുപ്പമാണ്, പക്ഷേ നമ്മുടെ പ്രാർത്ഥന ഇതായിരിക്കട്ടെ. നമുക്ക് ആഗൂറിനോട് ചേർന്ന് നമുക്കത് പ്രാർത്ഥിക്കാം. അപ്പം ദാരിദ്ര്യവും വേണ്ട, വലിയ സമ്പത്തും വേണ്ട, അന്നെന്നുള്ളത്. ഇതുവരെ ദൈവം എന്നെ അത്ഭുതത്തോടെ അതിശയത്തോടെ പരിപാലിച്ചുവെന്ന് പറയാൻ കഴിയുന്ന കരം ഉയർത്തി കർത്താവിന് നന്ദി പറയും. ഇതുവരെ ഈ മൊമെന്റ് വരെ മറ്റുള്ളവരുടെ മുമ്പിൽ ഒരു നിന്നാപാത്രമായി തീരാതെ ഈ തിരുവചനം എടുത്തതിൻ്റെ പേരിൽ ദൈവം എന്നെ അത്ഭുതത്തോടെ അതിശയത്തോടെ നടത്തിയെന്ന് പറയാൻ കഴിയുന്നവർ അക്കാര്യം എല്ലാം ഉയർത്തി കർത്താവിന് നന്ദി പറഞ്ഞാട്ടെ. ഇന്ന് രാത്രി ഒരു അസാധാരണ ദൈവസാന്നിധ്യം ഇവിടെ അനുഭവിക്കുക. ഈ പുൾപ്പിറ്റ് നിൽക്കുമ്പോൾ അത് നന്നായിട്ടത് അനുഭവിച്ചറിയാൻ കഴിയും. ഞങ്ങൾ ഈ ഓൺലൈനിൽ കൂടി കേൾക്കുന്നവർ, നിങ്ങളുടെ ലൈഫിൽ കൂടി കടന്നു പോകുന്ന വിഷയങ്ങളുടെ നടുവിൽ നിങ്ങൾ ചിന്തിക്കുന്നതിലും അപ്പുറമായി ദാരിദ്ര്യവും സമ്പത്തുമല്ലപ്പ അന്നെന്നുള്ളത് മറ്റുള്ളവരുടെ മുമ്പിൽ ഒരു നിന്നാ വിഷയമായി തീരാതെ ദൈവത്തിന്റെ ഒരു അത്ഭുതത്തിന്റെ കരം ഇന്ന് രാത്രിയിൽ ഈ വാക്കുകൾ കേൾക്കുന്നവരുടെ ലൈഫിന്റെ മേൽ എന്റെ ദൈവത്തിന്റെ കരം ചലിക്കുകയാണ്. അടുത്ത വാക്യം. ഞാൻ തൃപ്തനായി തീർന്നിട്ട് യഹോവ എന്ന് നിന്നെ നിഷേധിപ്പാനും ദരിദ്രനായി തീർന്നിട്ട് മോഷ്ടിച്ച് എന്റെ ദൈവത്തിന്റെ നാമത്തെ തീണ്ടിപ്പാനും സംഗതി വരരുത്. ആ വാക്ക് ശ്രദ്ധിച്ച്. ഞാൻ തൃപ്തനായി തീർന്നിട്ട് യഹോവ എന്നെ വാക്കാൻ നോക്കിയേ. ഇപ്പം ഒരു പ്രശ്നവുമില്ല. എന്ത് മനസ്സിൽ ആഗ്രഹിക്കുന്ന ഓൺ ദ സ്പോട്ടിൽ ഫ്രണ്ടിൽ കൊണ്ടുവരാനുള്ള കഴിവുള്ളപ്പോ പറയാം, ആരേ ദൈവം? ഈ ദൈവമൊന്നും അല്ല എൻ്റെ ജീവിതത്തിൽ ഇതൊന്നും കൊണ്ടുവന്നത് എന്ന് പറയാനും, ദരിദ്രനായി തീർന്നിട്ട് മോഷ്ടിച്ചിട്ട് എന്ന് പറഞ്ഞാൽ ഇതും ആരെയാ കുറ്റം പറയുന്നേ? നീ എനിക്ക് ദരിദ്രം തന്നുകൊണ്ടാണ് ഞാൻ അവിടെ എവിടെയും പോയി അതെല്ലാം ചെയ്ത് മോഷ്ടിച്ചുകൊണ്ട് വന്നു എന്ന് പറയാതിരിപ്പാനും സംഗതി വരരുതേ. നോക്കിയേ, ഒറ്റ വാക്കിൽ പറഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനെ പറയുന്നത്: എൻ്റെ നാവ് കൊണ്ട് പാപം ചെയ്യുവാൻ ഇടയാകരുതേ. ആഗൂറിനൊരു കാര്യം മനസ്സിലായി. ഇതുവരെ ദൈവത്തെ പറ്റി കുറ്റം പറഞ്ഞും, കാര്യം അങ്ങനെ ഒരു മനുഷ്യൻ പറയണമെന്നുണ്ടെങ്കിൽ അവൻ്റെ പാസ്റ്റിൽ അങ്ങനെ ഒരു സംഭവം നടന്നു കാണുമല്ലോ. കാര്യം സ്വന്തം ജ്ഞാനം കൊണ്ട് ഇതൊക്കെ സമ്പാദിച്ചു കഴിയുമ്പോൾ ദൈവമൊന്നും അല്ല ഇതൊന്നും തന്നത്, എൻ്റെ സ്വന്തം കഴിവ് എന്ന് പറഞ്ഞാൽ ആഗൂർ ഇപ്പോൾ പറയുന്നൊരു കാര്യമുണ്ട്: എനിക്ക് സമ്പത്തും വേണ്ട, എനിക്ക് ദാരിദ്ര്യവും വേണ്ട, ഒറ്റ മതി അന്നെന്നുള്ളത്. അതുമാത്രമല്ല, ഞാൻ തൃപ്തനായി തീർന്നിട്ട് യഹോവ ആരെന്ന് ചോദിക്കാനും, ഞാൻ ദരിദ്രം അനുഭവിച്ചിട്ട് മോഷ്ടിച്ചെന്ന് പറയാതിരിക്കുവാനുള്ള ഒരു നാവ് എനിക്കുണ്ടായിരുന്നു. പക്ഷെ ഇന്ന് മുതൽ ഞാനൊരു തീരുമാനമെടുക്കുക: സകലതും എൻ്റെ അപ്പൻ്റെ കൃപയൊന്ന് മാത്രം, സകലതും എൻ്റെ ദൈവത്തിന്റെ കൃപയൊന്ന് മാത്രം. ഇന്ന് രാത്രി അത് പറയാൻ കഴിയുന്ന എത്ര പേര് ഇന്ന് രാത്രിയിൽ ഇവിടെയുണ്ട്? ദൈവത്തിന്റെ കൃപ, ആ ഒരു കൃപയാലാണ് ഞാൻ ഇതുവരെ നിലനിൽക്കുന്നത്. യെശയ്യാ പ്രവാചകനോട് ചോദിച്ചാൽ യെശയ്യാ പ്രവാചകൻ പറയുന്നൊരു കാര്യമുണ്ട്. യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 1 മുതൽ 5 വരെയുള്ള വാക്യങ്ങൾ വായിക്കുമ്പോൾ താൻ കാണുന്നത് മൊത്തം മറ്റുള്ളവരുടെ കുറ്റം. അവരങ്ങനാണ്, അവരിങ്ങനാണ്, അവർ മഹാപാപികളാണ്, ഞാൻ മാത്രം എന്നെ പോലൊരു നല്ല മനുഷ്യൻ ഈ ലോകത്തൊന്നുമില്ല എന്ന് പറഞ്ഞ് ഇങ്ങനെ നിൽക്കുമ്പോഴാണ് താൻ അതുവരെ ആശ്രയിച്ചിരുന്ന ഉസിയ രാജാവ് മരിച്ചു കഴിഞ്ഞപ്പോൾ ഈ മനുഷ്യന് മനസ്സിലായി അതുവരെ ഉണ്ടായിരുന്ന സകല പ്രതീക്ഷകളും നഷ്ടപ്പെട്ടു എന്ന് കഴിഞ്ഞപ്പോൾ കണ്ണങ്ങ് ഉയർത്തി മുകളിലോട്ട്. അതുവരെ ഡയറക്ഷൻ നേരെയായിരുന്നു. പക്ഷെ രാജാവ് മരിച്ചു കഴിഞ്ഞപ്പോൾ ഇനി എന്ത് വാട്ട്സ് നെക്സ്റ്റ് ഇങ്ങനൊരു ചോദ്യം വന്നു കഴിഞ്ഞപ്പോൾ നേരെ മുകളിലോട്ട് നോക്കിയപ്പോൾ കർത്താവ് ഇരിക്കുക, ഉയർന്നും പൊങ്ങിയുള്ള സിംഹാസനത്തിൽ. മാത്രമല്ല 2 സൈഡിലും സെറാഫീംസ് ഇങ്ങനെ നിന്നിട്ട് അവർ 2 കൊണ്ട് മുഖം മൂടി, 2 കൊണ്ട് കാൽ മൂടി, 2 കൊണ്ട് പറന്നിട്ടൊരു വാക്യം പറയാണ്: സൈന്യങ്ങളുടെ യഹോവ പരിശുദ്ധൻ, 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 പരിശുദ്ധൻ. അവൻ പരിശുദ്ധൻ എന്ന് ആർക്കുന്ന ആ ആർപ്പിന്റെ സൗണ്ട് കേട്ട് ഉമ്മരപ്പടിയുടെ അടിസ്ഥാനങ്ങൾ കുലുങ്ങി കഴിഞ്ഞപ്പോൾ ഈ മനുഷ്യൻ ഇവന്റെ
കുറവ് മനസ്സിലായി കഴിഞ്ഞപ്പോൾ അവൻ പറയുന്ന ഒരു കാര്യമുണ്ട്. അയ്യോ, ഞാൻ ശുദ്ധിയില്ലാത്ത ആദരങ്ങളുള്ള ഒരു മനുഷ്യൻ. നമുക്കറിയാം, ഉയരത്തിൽ നിന്നൊരു ദൂതൻ വന്നവന്റെ നാവിന്മേൽ ഒരു കൊടിൽ തൊടുമ്പോൾ അവൻ പറയാണ്, ഞാൻ ഇതുവരെ പറഞ്ഞത് എന്റെ കഴിവ് കൊണ്ട്, എന്റെ നേട്ടങ്ങൾ കൊണ്ട്, മറ്റുള്ളവരുടെ കുറ്റം മാത്രം ഞാൻ കണ്ടുപിടിക്കുമ്പോൾ, ഞാൻ എന്നെ തന്നെ കണ്ടു കഴിഞ്ഞപ്പോൾ ഉണ്ടല്ലോ, അവന്റെ ലൈഫിന് എന്റെ കർത്താവ് അങ്ങ് ചേഞ്ച് ചെയ്യുക. അങ്ങനെയെങ്കിൽ ഇന്ന് രാത്രിയിൽ എത്ര പേർക്ക് പറയാൻ കഴിയും, എന്റെ അപര്യാപ്തത ഞാൻ തിരിച്ചറിയുന്നു. രാമൻ പറഞ്ഞേ, എനിക്ക് എവിടേക്കാണ് വീഴ്ച പറ്റിയെന്നുള്ള കാര്യം എനിക്ക് നന്നായിട്ട് അറിയാം. അതുമാത്രമല്ല, ഞാൻ ദൈവത്തിൻ്റെ കരങ്ങളിലേക്കൊന്ന് സറണ്ടർ ആയി കഴിയുമ്പോൾ എൻ്റെ ദൈവത്തിൻ്റെ പരമാധികാരത്തെ ഞാൻ തിരിച്ചറിയുന്നു. അങ്ങ് ആരാണെന്നുള്ളൊരു തിരിച്ചറിവ് എനിക്കുണ്ടാകുന്നു. അതുമാത്രമല്ല, അത് കഴിഞ്ഞപ്പോൾ എനിക്ക് മനസ്സിലായി, ദൈവത്തിൻ്റെ വചനം വിശ്വസനീയമായ വചനം. ദൈവത്തിൻ്റെ വചനത്തിന്റെ അടുത്തോട്ട് വന്നപ്പോൾ അവന് മനസ്സിലായി, ഞാനൊരു പാവിയാ. പക്ഷെ ആഗൂരിനെ ദൈവം, ഞാനിങ്ങനെ ചിന്തിക്കുക, അവൻ ഇത്രമാത്രം ചെയ്തു കഴിഞ്ഞപ്പോഴും ഇന്നും നാം ആഗൂരിൻ്റെ വചനങ്ങൾ വായിക്കുന്നുണ്ടെങ്കിൽ ദൈവം ഇതെല്ലാം മാസ്റ്റർ പ്ലാൻ ചെയ്തു വെച്ചിരിക്കുക. ശലോമോൻ എഴുതുന്നതിന് കൂടെ ഈ ലെമുവേലിൻ്റെയും ആഗൂറിൻ്റെയും വചനങ്ങളോടെ ചേർത്തത് വെറുതെ അല്ല. ദൈവത്തിൻ്റെ സന്നിധിയിൽ അവൻ താണു വീണിട്ടുണ്ടെങ്കിൽ, ഇത്രയും വർഷങ്ങൾ പിന്നിട്ടിട്ടും ഇന്നും നാം അത് വായിക്കുന്നുണ്ടെങ്കിൽ, ദൈവത്തിൻ്റെ പ്രവൃത്തി ഒരു നാളും കുറുകിപ്പോവുകയില്ല. നിമിഷം നിങ്ങൾക്ക് എല്ലാവരും ദൈവത്തിൻ്റെ സന്നിധിയിൽ ഒന്ന് എഴുന്നേറ്റ് നിൽക്കാമോ? ഇന്ന് രാത്രിയിൽ ദൈവത്തിൻ്റെ ആത്മാവ് ചിലരോട് വ്യക്തമായി സംസാരിക്കുക. ദൈവത്തിൻ്റെ പരമാധികാരം എല്ലാ കണ്ണുകളും അടയണം, എല്ലാ കണ്ണുകളും. ഞാൻ ഒരു ഒറ്റ മിനിറ്റ് കൊണ്ട് ഞാൻ നിർത്തുകയാണ്. ദൈവത്തിൻ്റെ പരമാധികാരത്തെ തിരിച്ചറിഞ്ഞാലുണ്ടല്ലോ, നിങ്ങൾ ചിന്തിക്കുന്നതിലും അപ്പുറമായിട്ടുള്ള വഴികൾ ഇന്ന് രാത്രിയിൽ ദൈവം ഒരുക്കുകയാണ്. നിങ്ങൾ കയ്യിലേന്തുന്ന ദൈവത്തിൻ്റെ വചനം അത് സത്യമാണ്. അതിലൊന്നും കുറയുകയോ കൂട്ടുകയോ ചെയ്യുവാൻ നാം യോഗ്യരല്ല. അതെൻ്റെ ജീവിതത്തിൽ അതുപോലെ ഇന്ന് രാത്രിയിൽ കർത്താവ് അത്ഭുതങ്ങളെ ചെയ്യുമെന്ന് വിശ്വസിക്കുന്നവർ ആ കരമെല്ലാം ഉയർത്തി കർത്താവിന് നന്ദി പറഞ്ഞാട്ടെ. ദൈവത്തിന്റെ വാഗ്ദത്തങ്ങൾ ചെറുതാകട്ടെ, ദൈവത്തിന്റെ വാഗ്ദത്തങ്ങൾ വലുതാകട്ടെ. ഇന്ന് രാത്രിയിൽ അത് സംഭവിക്കുക. കരഞ്ഞ ചില വിഷയങ്ങളുടെ നടുവിൽ ഇന്ന് രാത്രിയിൽ ദൈവത്തിന്റെ കരമിറങ്ങുക. തലമുറകളുടെ വിഷയങ്ങളിന്മേൽ ഭാരപ്പെട്ട വിഷയങ്ങളുടെ നടുവിൽ ഇന്ന് രാത്രി ധൈര്യത്തോടെ എന്ന് പറഞ്ഞ്, ദൈവത്തിന്റെ പരമാധികാരം എനിക്ക് നന്നായിട്ട് അറിയാം. ഒറ്റ വാക്കുകൊണ്ട് സകലത്തെ മുളവാക്കിയവൻ, കാറ്റിനെ തന്റെ മുഷ്ടിയിൽ മേൽ ഉദിക്കിയവൻ, വെള്ളത്തെ തന്റെ വസ്ത്രത്തിൽ മേൽ കെട്ടിയവൻ എന്റെ വിഷയത്തിൽ മേൽ കാണാതിരിക്കുമോ? അല്പസമയങ്ങൾ ആദരങ്ങളെല്ലാം തുറന്ന് കർത്താവിനെ സ്തുതിച്ചേ. ഇന്ന് രാത്രിയിൽ ആ ദൈവത്തിന്റെ കരം ചിലരുടെ വിഷയങ്ങളുടെ ചലിക്കുക. ഞാനിത് വെറുതെ പറയുന്നതല്ല. ദൈവത്തിന്റെ കരം ഇന്ന് രാത്രി വെളിപ്പെടുക. ഒരിക്കലും നടക്കുകയില്ലെന്ന് ചിന്തിച്ച ചില വിഷയങ്ങളുടെ നടുവിൽ ഇന്ന് രാത്രി ദൈവത്തിന്റെ കരം ചലിക്കുക. എത്ര പേർക്ക് അതൊന്ന് വിശ്വസിക്കാൻ കഴിയുമോ? ആത്മാവിന് വലിയൊരു പരിവർത്തനം ഇന്ന് രാത്രിയിൽ ഇവിടെ സംഭവിക്കുക. അതിരങ്ങൾ തുറന്ന് എല്ലാവരും അല്പസമയം സ്തോത്രം ചെയ്തേ. കരഞ്ഞ ചില വിഷയങ്ങളുടെ നടുവിൽ, നെടുവീർപ്പെട്ട ചില വിഷയങ്ങളുടെ നടുവിൽ ഇന്ന് രാത്രി ദൈവത്തിന്റെ കരം ചലിക്കുകയാണ്. യേശുവിന്റെ നാമത്തിൽ കർത്താവ് ഇന്ന് രാത്രിയിൽ അങ്ങനെ ചില അത്ഭുതങ്ങൾ ഇന്ന് രാത്രിയിൽ കർത്താവ് ഇവിടെ വെളിപ്പെടുന്ന ദൈവകൃപകൾക്കായി ഇന്ന് രാത്രി ഒന്ന് വിശ്വസിക്കാൻ കഴിയുമോ? എന്റെ കുടുംബത്തിന് വേണ്ടി ഞാൻ കരഞ്ഞ ചില വിഷയങ്ങളുടെ നടുവിൽ ഇന്ന് രാത്രിയിൽ ഞാൻ ഒരു അത്ഭുതം കണ്ടുവെന്ന് വിശ്വസിക്കാൻ കഴിയുന്നവർ ഒരാമേ പറഞ്ഞു, ഉറക്കെ ഒരാമേ പറഞ്ഞേ. ആ കരം ഒരു അല്പസമയം ഒന്ന് ചേർത്തടിച്ചേ. ഇന്ന് രാത്രിയിൽ അത്ഭുതം സംഭവിക്കുക, അടയാളങ്ങൾ സംഭവിക്കുക, വീര്യപ്രവർത്തികൾ സംഭവിക്കുക. കരഞ്ഞ ചില വിഷയങ്ങൾ നിങ്ങളായിട്ട് ശ്രമിച്ചു കഴിഞ്ഞാൽ അതിനൊരു മറുപടിയും കിട്ടത്തില്ല. പക്ഷെ ഇന്ന് രാത്രിയിൽ ദൈവത്തിന്റെ പരമാധികാരം, ആ അപ്പ എന്റെ ദൈവമാണെന്ന് പറഞ്ഞ് ഞാൻ അപ്പന്റെ പാദത്തെ ഒന്ന് പിടിക്കാൻ പോവുക ഇന്ന് രാത്രി. എന്ന് പറഞ്ഞാൽ അപ്പന്റെ മുഴങ്കാലുമേ ഞാനൊന്ന് വീഴാൻ പോവുക. ഇന്ന് രാത്രിയിൽ ആ കരം ചലിക്കുക. ചിലരുടെ വിഷയത്തിന് നടുവിൽ ഇന്ന് രാത്രിയിൽ ആ കരം ചലിക്കുക. ദൈവത്തിന്റെ വചനത്തിന്റെ സത്യങ്ങൾ നിന്റെ ലൈഫിന്മേൽ കടന്നു വരാൻ പോവുക. യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ അത്ഭുതങ്ങൾ സംഭവിക്കട്ടെ, വീര്യപ്രവൃത്തികൾ. We praise you, Father. കർത്താവേ, അങ്ങയുടെ സ്നേഹത്തിന്റെ, അങ്ങയുടെ ജ്ഞാനത്തിന്റെ നീളം എനിക്കറിയത്തില്ല, അങ്ങയുടെ ജ്ഞാനത്തിന്റെ വീതി എനിക്കറിയത്തില്ല, അങ്ങയുടെ ജ്ഞാനത്തിന്റെ ആഴം എനിക്കറിയത്തില്ല. പക്ഷെ എനിക്കൊരു കാര്യം നന്നായിട്ട് അറിയാം, എന്റെ വീണ്ടെടുപ്പുകാരൻ എന്റെ അപ്പായാണ്.
എന്റെ രക്ഷകൻ എന്റെ യേശുവാണ്. എന്നെ വിളിച്ചവൻ എന്റെ ദൈവം, അവൻ വിശ്വസ്തനാണ്. അവൻ എന്നെ വഴിയിൽ ഉപേക്ഷിക്കുന്നവനല്ല. ചില ദൈവപ്രവർത്തികൾ നടക്കാൻ പോവുകയാണ്. ഇന്ന് രാത്രിയിൽ കരഞ്ഞ ചില വിഷയങ്ങളുടെ നടുവിൽ കർത്താവിന്റെ ദാസൻ ഓരോരുത്തരുടെ പേര് പറഞ്ഞതുപോലെ ഇന്ന് രാത്രിയിൽ അത് സംഭവിക്കുക. ഹല്ലേലൂയ, അങ്ങനെ അത് സംഭവിക്കുക. ഹല്ലേലൂയ, ഇന്ന് രാത്രിയിൽ അത് സംഭവിക്കുക. വിശ്വസിക്കാൻ കഴിയുമോ? വിശ്വസിക്കാൻ കഴിയുമോ? മെഡിക്കൽ സയൻസിന് കഴിയാത്തത്, മെഡിക്കൽ സയൻസിന് കഴിയാത്തത് ഇന്ന് രാത്രിയിൽ ഉണ്ടാകട്ടെ, ഉണ്ടാകട്ടെ. കരഞ്ഞ ചില വിഷയങ്ങളെ നോക്കി ഇന്ന് രാത്രിയിൽ ഉറക്കെ പറഞ്ഞ് ഉണ്ടാകട്ടെപ്പാ. ഓ